പറയുന്നത് റീസണബിൾ ആണോ, ജസ്റ്റിസ് ആണോ, കുറേയും കൂടി ജസ്റ്റിസ് ഓറിയൻറ്റഡ് എനിക്ക് തോന്നിയിട്ടുണ്ട്. യങ് ജനറേഷൻ കുറേയും കൂടി ഒരു ജസ്റ്റിസ് ഓറിയൻറ്റഡ് ആണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഉത്ഭവമാവട്ടെ, ബ്രൂട്ടലായിട്ടുള്ള മർദ്ദനങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് ഡൽഹിയിൽ നിന്ന് ഉണ്ടാകുമ്പോഴും അവിടെ നിന്നുകൊണ്ട് അവർ ടിക്ടോക്ക് വീഡിയോസും ഇൻസ്റ്റാഗ്രാമിൽ റീലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്ന നരേറ്റീവുകൾ, ഫോറിൻ ഫണ്ടിങ്, മറ്റേ വിദേശ ശക്തികൾ, നക്സൽസും, ഇങ്ങനത്തെ ഒരു സാധനവും ഇവർ 5 പൈസൻ്റെ വില കൽപ്പിച്ചിട്ടില്ല. ADL എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട് അമേരിക്കയിൽ. ബേസിക്കലി സയനിസ്റ്റ് മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ലോബിങ് പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അവരുടെ തലവനുണ്ട്, മൂപ്പരൊരു സൂം മീറ്റിംഗിൽ നടത്തിയ ഒരു സംഭാഷണത്തിന്റെ ഓഡിയോ ലീക്ക് ആയിരുന്നു. അതിലയാൾ പറയുന്നത് നമുക്കൊരു മേജർ പ്രോബ്ലം ഉണ്ട്. ടിക്ടോക്കിൽ ജെൻസി മൊത്തം ഇവരുടെ കോസിനെതിരായി മാറുന്നുണ്ട്. അപ്പോൾ അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജെൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അമേരിക്കയിൽ ടിക്ടോക്ക് ബാൻ ചെയ്യുന്ന ഘട്ടം വരെ എത്തി. അൽഗോരിതമാണല്ലോ ഈ ജനറേഷനെ വളർത്തുന്നതും അവർക്ക് വിവരം കൊടുക്കുന്നതും. അപ്പോൾ അവരെ നിയന്ത്രിക്കാൻ, അവരെ മാനേജ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും അൽഗോരിതം മാറ്റിയാൽ മതിയല്ലോ. പേൾമാണി ഷോ ഭയങ്കര സ്വീകാര്യതയും ആക്സെപ്റ്റൻസ് ഒക്കെ കിട്ടിയ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഒരൊറ്റ പരാമർശം കൊണ്ട് മില്യൺ വ്യൂസ് താഴോട്ട് പോവാണ്. ഒരു സമയത്ത് കാസ എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ റൈറ്റിംഗ് വിഭാഗം കേരളത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ് ആണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഒരു ഇലക്ഷനിലൂടെ അത് വെറും അവർക്കൊരു ഇൻഫ്ലുവൻസ് ഇല്ല എന്നുള്ള ഘട്ടത്തിലൂടെ 2024 ഏറ്റവും കൂടുതൽ വ്യാപകമായി യൂസ് ചെയ്ത ഒരു സാധനമാണ്. ആളുകൾ സെർച്ച് ചെയ്ത് നോക്കിയ ഒരു ടേമായിരുന്നു ബ്രെയിൻ റോട്ട്. കുട്ടികൾ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴൊക്കെ അവർ നോർമലി പാടുന്ന ഒരു സാധനമാണ് ബംബാഡിയിലോ ക്രൊക്കോഡിയിലോ പറഞ്ഞിട്ട് ഈ പാട്ട് ഇങ്ങനെ പാടുകയാണ്. ഞാൻ എന്താണ് ഈ പാട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലിറിക്സ് എടുത്ത് നോക്കി. ബംബാഡിയിലോ ക്രൊക്കോഡിയിലോ is a flying alligator. It flies the bombs on the children of Gaza. It doesn't believe in God. Doesn't believe in Allah. അങ്ങനെ തന്നെ പറയണേ. ഈ തന്തവൈബുള്ള ആൾക്കാർക്ക് അവരുടെ ജീവിതാനുഭവം പറഞ്ഞു കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നത് തന്നെ ഇപ്പോൾ മൊത്തത്തിലൊരു മോശം പരിപാടിയാണ്. അപ്പോൾ അത് ഈ ജനറേഷൻസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അതിൽ 1997-നും 2012-നും ഇടയിലുള്ള ഒരു ജനറേഷൻ എന്നുള്ള നിലക്കാണ് ജനറേഷൻ സെഡ് എന്ന് നമ്മളിങ്ങനെ വ്യാപകമായി പറഞ്ഞു കേൾക്കുന്നൊരു കാര്യം. അപ്പോൾ ഭയങ്കര അഡ്വാൻറ്റേജുകളും ഒരുപാട് ഡിസഡ്വാൻറ്റേജുകളും വലിയൊരു ചാലഞ്ചസൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാറ്റഗറി എന്നൊക്കെ പറയാവുന്ന ഒരു ജനറേഷനാണ് ശരിക്കും ജെൻസി. പല ആളുകളും വലിയ രീതിയിൽ ഇന്ന് വേൾഡ് മീഡിയകളും ഇൻ്റർനാഷണൽ മീഡിയകളും ഒക്കെ ഭയങ്കരമായിട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ്, അവരെങ്ങോട്ടാണ് പോകുന്നത്, അവരുടെ ചേഞ്ചുകൾ, കാര്യങ്ങൾ എല്ലാം. ഈവൻ നമ്മുടെ പാരൻസ് അടക്കം ഇവരെങ്ങനെ മാനേജ് ചെയ്യണമെന്നറിയാത്ത വലിയൊരു ക്രൈസിസും കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ജെൻസി, എങ്ങനെയൊക്കെയാണ് അവരുടെ ബിഹേവിയർ, എങ്ങനെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട ഒരു പോഡ്കാസ്റ്റാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? പൊതുവേ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു രീതിയിലാണ് ഇവർ വളർത്തപ്പെടുന്നത്. അതായത് നമ്മൾ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് ഓരോ രീതികളുണ്ടായിരുന്നു. ഇപ്പോൾ പണ്ട് കാലത്താണെങ്കിൽ നമുക്ക് വിവരങ്ങൾ കിട്ടുന്നതിൻ്റെ സ്രോതസ്സുകൾ, ഉദാഹരണത്തിന് നമ്മളെ കാലത്തൊക്കെ ഏർലി സ്റ്റേജിൽ പാരൻസിന് നമ്മൾ വിവരം കിട്ടുക, പിന്നെ നമ്മൾ സ്കൂളുകളിൽ നിന്നുണ്ടാവും, അതേപോലെ കവലപ്രസംഗങ്ങളുണ്ടാവും, പത്രങ്ങളുണ്ടാവും, ചിലപ്പോൾ TV ഉണ്ടാവും. ഇതായിരുന്നു പൊതുവെ ഇൻഫോർമേഷൻ സോഴ്സായിട്ട് ഒരുപാട് കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ ഫ്ലോനൊരു അതോറിറ്റി നേച്ചർ ഉണ്ട്. കാരണം ഇപ്പോൾ പ്രിൻറ്റഡ് സാധനമാണെങ്കിൽ തന്നെ എക്സ്പെൻസീവ് ആണ്, അന്ന് വളരെ വ്യാപകമല്ല, കുറച്ച് ആൾക്കാർ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിന്മേൽ എഫേർട്ട് ഉള്ളതാണ്, അതിന് ഒരു ആധികാരികതയും വിശ്വാസ്യതയൊക്കെ ഉണ്ട്. ഈ ഒരു സ്റ്റേജിലൂടെയാണ് നമ്മൾ ഒരുപാട് ജനറേഷനോളം ഇൻഫോർമേഷൻ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ജെൻസിൻ്റെ കേസിൽ വരുമ്പോൾ അങ്ങനെയല്ല. അവരെ വളർത്തുന്നത് ഒരു പരിധിവരെ ഗാഡ്ജറ്റ്സ് ആണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ അഷ്കർക്ക് പറഞ്ഞ പോലെ തന്നെ അവരെ നർച്ചർ ചെയ്യുന്നൊരു സാധനം ഗാഡ്ജറ്റ്സ് ആണ്. പക്ക കറക്റ്റ് ആൻസറാണ് ശരിക്കും. മാത്രമല്ല അവർ ശരിക്കും ജെൻസി എന്ന് വിശേഷിപ്പിക്കുന്നതിന് തന്നെ ഒരു കാരണം നമ്മൾ പറയാറുണ്ടല്ലോ. സോഷ്യൽ മീഡിയ വളർച്ച പൂർത്തിയായിട്ടുള്ള ഒരു വേൾഡിലേക്കാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലേക്കാണ് അവർ പറന്ന് വീഴുന്നത്. അപ്പോൾ നമ്മൾ മില്ലേനിയൽസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ 1993 ആണ് ഞാൻ. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ വളരുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജെൻസി അങ്ങനല്ല, അത് പൂർത്തിയായ ഒരു ലോകത്തേക്കാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് അവരിൽ കാണാൻ പറ്റും. പല പാരൻസും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഏരിയാസ് ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളാരും നമ്മളെ മക്കളെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിട്ട് എന്തുപോലെ ഞങ്ങളുടെ ചില്ല് ചെയ്തോ, വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ നിന്നെ എടുക്കാമെന്ന് പറയില്ല. കാരണം എന്താ, അവിടെ ഒരുപാട് ഡേഞ്ചേഴ്സ് ഉണ്ട്.
ഒരുപാട് പരിചയമില്ലാത്ത മനുഷ്യന്മാരുണ്ട്, തട്ടിക്കൊണ്ടുള്ള സാധ്യത ഉണ്ട്, ഇവരെ പറഞ്ഞ് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, ഹാം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ അത് നമുക്കറിയാം ഡേഞ്ചറാണ്, നമ്മളാരും ചെയ്യൂല. എന്നാൽ ഇതേ പേരൻസ് തന്നെ ആയിരിക്കും ഈ കുട്ടികളെ ഈ സോഷ്യൽ മീഡിയേൻ്റെ ഒരു ഗാഡ്ജറ്റ്സ് കൊടുത്തിട്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടി വിട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലുണ്ടാക്കുന്ന ഒരു ചേഞ്ച് ഇവർ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ പരിചയമില്ലാത്ത ധാരാളം മനുഷ്യന്മാരുണ്ടാവും. ആരൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മളെ വന്ന് സ്വാധീനിക്കാമെന്നറിയില്ല. ഒരു പക്ഷേ ഫിസിക്കൽ ഹാം ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഹാം ചെയ്യാൻ വരെ എന്ത് ചെയ്യാം, പ്രേരിപ്പിക്കാനും പറ്റും. ഇപ്പോൾ ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞൊരു പ്രതിഭാസം കുറച്ചാലും ഗെയിമിങ്ങിൻ്റെ സാധനം ഒരു അത്യാവശ്യം അറിയപ്പെട്ട സാധനമാണ്. സൂയിസൈഡൽ ടെൻഡൻസീസ് ഉണ്ടാകുക, ഇങ്ങനത്തെ കുറേ രീതിയിൽ വരെ ഹാം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് കുട്ടികളെ വെറുതെ വിടുന്നതിന് പ്രശ്നം തോന്നും നമ്മൾ. പക്ഷേ ഈ ഒരു ഓപ്പൺ ഫീൽഡിലോട്ട് നമ്മൾ തുറന്നു വിടുന്നതിന് നമുക്കാർക്കും പുതിയൊരു പ്രശ്നം തോന്നാറില്ല. കാരണം അതിനെപ്പറ്റി അവെയർ അല്ല എന്നുള്ളതാണ്. കറക്റ്റ്. പാരൻസിന് ഇത് എത്രത്തോളം, കാരണം അവർ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരെ വളർന്നു വന്ന സമയത്ത് ഇങ്ങനൊരു അപകട സാധ്യത അവർ കണ്ടിട്ടില്ല. ഈ ഒരു സോഴ്സും ഉണ്ട്, ഈ ഒരു വെന്യൂ ഉണ്ടായിട്ടില്ല അവർക്ക്. അപ്പോൾ അവരെ സംബന്ധിച്ചാൽ അതിലവർ ട്രെയിൻഡ് അല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ അമേരിക്കയിലെ ഒരു സമയത്ത് ഒരു ട്രെൻഡി ആയൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് അവരെ മാതാപിതാക്കൾ പാരൻസ് രണ്ടുപേരും വർക്കിങ്ങിന് പോകും. ജോലിക്ക് പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ ഡേ കെയറിലാക്കും, അല്ലെങ്കിൽ നാനിമാരുണ്ടാവും, ആയമാരുണ്ടാവും. ആയമാരെ ഏൽപ്പിച്ചിട്ടാണ് ഇവർ ജോലിക്ക് പോവുക. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവരുടെ മക്കൾ അവരുടെ സ്വന്തം ഭാഷ സംസാരിക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് സ്പാനിഷ് സംസാരിക്കാൻ തുടങ്ങി. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ ജോലിക്ക് വരുന്ന നല്ല ശതമാനം ആൾക്കാർ മെക്സിക്കൻ ഒറിജിൻസ് ആണ്. അവരുടെ ലാംഗ്വേജ് മാത്രമല്ല അവരുടെ കൾച്ചർ, ബിഹേവിയർ, ഇതെല്ലാം അവരെ സ്വാധീനിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ മക്കളെ ജനിപ്പിച്ചെങ്കിലും വളർത്തിയത് ഇവരല്ല, വളർത്തിയത് ഫുള്ള് ഇവരെ ഈ ആയമാരായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ വളർത്തുന്നവരുടെ സ്വഭാവമാണ്, കൾച്ചറും ലാംഗ്വേജാണ് കുട്ടികൾ പെട്ടെന്ന് പിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ മുമ്പ് കാലത്തൊക്കെ പാരൻസിൻ്റെ കൂടെ തന്നെ ഗ്രാൻഡ് പാരൻസും ഉണ്ടാവും. അത് വലിയ സേഫ്റ്റി നെറ്റ് ആയിരുന്നത്. ഇപ്പോൾ ഭയങ്കര മൈക്രോ ഫാമിലി ആയതുകൊണ്ട് തന്നെ മിക്ക ഫാമിലികളിലും വീടുകളിലും എന്തില്ല, ഈ ഗ്രാൻഡ് പാരൻസ് സംവിധാനമില്ല. അപ്പോൾ ഇവർ ജോലിക്ക് പോകുമ്പോൾ കുട്ടികളൊന്ന് ഡേ കെയർ പോലത്തെ പരിപാടിയിലാക്കും, അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സുമായിട്ട് എൻഗേജ് ആക്കിയിട്ട് എന്തെങ്കിലും സംവിധാനമാക്കും. അപ്പോൾ ആരവരെ നഴ്ചർ ചെയ്യുക, സോഷ്യൽ മീഡിയ അവരെ മൈൻഡിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. നമ്മളെ കുട്ടികൾ സ്വാഭാവികമായിട്ടും അവരെ നഴ്ച്ചറിങ് വരുന്നത് ഇവരെ ഏറ്റവും കൂടുതൽ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നാണ്, അവരെ കംഫർട്ട് സോണിൽ നിന്നാണ്. ഇപ്പോൾ പാരൻസ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ തന്നെ അവർ പല ആൾക്കാരും ക്ഷീണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ വേറെ വർക്കുകളുണ്ടാവും. അപ്പോൾ കുട്ടികളൊന്ന് നാഗ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ അവരൊന്ന് അടക്കി നിർത്താൻ വേണ്ടി അപ്പോഴും ചിലപ്പോൾ ഗാഡ്ജറ്റ്സാണ് കൊടുക്കുക. അപ്പോൾ ഈ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടിക്ക് എന്തിനോട് താല്പര്യമുണ്ട്, അവരെ കംഫർട്ട് സോണിൽ ഗാഡ്ജറ്റ്സായി മാറും. ഫോണോ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ടി വിയോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ പെപ്പ പിഗ് പോലത്തെ കാർട്ടൂണുകളുണ്ട്, കൊക്കോമെലൺ, ഇങ്ങനെ കുറേ പ്രോഗ്രാമുകളുണ്ട്. ഇതൊക്കെ പ്രൈമറിലി ഇംഗ്ലീഷിലാണ്. നല്ല കണ്ടൻസ്, ക്വാളിറ്റി കണ്ടൻസ് ഒക്കെ അത് ഇംഗ്ലീഷിലാണുള്ളത്. അപ്പോൾ അടുത്ത പ്രശ്നം വന്ന അതാണ് എന്ന് വെച്ചാൽ ഭാഷ. നമ്മൾ മാതൃഭാഷ കുട്ടികൾ അറിയില്ല എന്നുകൊണ്ട് പല പാരൻസ് പരാതി പറയാറുണ്ട്. അവർക്ക് ഇംഗ്ലീഷാണ് കൂടുതൽ അറിയാം, മലയാളം മര്യാദയ്ക്ക് അറിയുന്നില്ല എന്ന് പറയും. അതിൻ്റെ കാരണം അവർ തന്നെയാണ് ഈ കംപ്ലയിൻറ്റ് പറയുന്ന പാരൻസ് തന്നെയാണ് ആ എൻവയോൺമെൻറ്റ് ഉണ്ടായി കൊടുത്തത്. കാരണം ഒന്നാമത് ഗ്രാൻഡ് പാരൻസ് ഇല്ല. ഗ്രാൻഡ് പാരൻസ് ആകുമ്പോൾ 24 എപ്പോഴും അവൈലബിൾ ആയിരിക്കും. പൊതുവെ മക്കളായിട്ട് എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ഒരു ആബ്സെൻസ് ഉണ്ട്. പിന്നെ പറഞ്ഞത് ഈ ഗാഡ്ജറ്റ്സിലൂടെ അവർ ഇൻട്രാക്ട് ചെയ്യുന്ന മൊത്തം നല്ല ശതമാനം കണ്ടൻറ്റും ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇതിൽ വരുന്ന കാർട്ടൂൺസ്, ഇതിൽ വരുന്ന കാര്യങ്ങൾ ഇവരെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ചില കാർട്ടൂൺ കണ്ട ഓർമ്മയുണ്ട്. അതിൽ കാർട്ടൂണിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. കുറേ കാർട്ടൂൺസ് ഉണ്ട് അങ്ങനത്തെ. അതായത് കുട്ടികൾ ഭയങ്കര സ്മാർട്ടായിരിക്കും, പാരൻസ് എന്ന് പറഞ്ഞാൽ തീരെ വിവരമില്ലാത്ത ഇഡിയറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതിൽ നിരന്തരം ആ കാർട്ടൂണിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ ഭയങ്കര സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റ് ആണ്, പാരൻസിനാണ് ഒരു അന്തവും കുന്തമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുമ്പോൾ അത് കണ്ട് ശീലിച്ച ഒരു ജനറേഷൻ ആണെങ്കിൽ അവർ പാരൻസിനെ പറ്റി എന്താ മനസ്സിലാക്കുക, ബൈ ഡിഫോൾട്ട് ഈ ഇവർ ശീലിച്ച സാധനമാണ്. അവർ വിഡ്ഢികളാണ്, ഞാൻ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല, ദേ ആർ ഇഡിയറ്റ്സ് എന്നുള്ള സാധനം. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത് ഭയങ്കര മാസീവ് ലെവലിൽ ഇവരിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യമാണത്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ബുദ്ധിനെ, അവരുടെ മൈൻഡിനൊക്കെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന അൽഗോരിതങ്ങളാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പോലുള്ള അൽഗോരിതങ്ങളാണ്. ഇപ്പോൾ എനിക്കറിയാം, ആഷ്കർക്ക് പറഞ്ഞപ്പോൾ അതിനോട് ആഡ് ചെയ്ത് പറയേണ്ട ഒരു സാധനമായിട്ട് തോന്നിയാണ്. ഞാൻ ശരിക്കും ബൈ പ്രൊഫഷൻ ഒരു ടീച്ചറാണ്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ടീച്ചർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, ഞാൻ അവരെ ഉമ്മ അവിടെ ടീച്ചറാണ്, മോനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മോൻ വന്നിട്ട് എന്തോ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ലോക്കായപ്പോൾ ഉമ്മ വന്നിട്ട് പറയണത് അത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മോന് പറയണം ഉമ്മാനോട്, നിങ്ങളിപ്പോഴും ഈ ഫേസ്ബുക്ക് അമ്മായിയായിട്ട് ജീവിച്ചോളൂ. അപ്പോൾ കുട്ടികൾ നോക്കുകയാണെങ്കിൽ അവർ ഇൻസ്റ്റാഗ്രാമിലേക്കും സ്നാപ്ചാറ്റിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്, സ്വിച്ച് ചെയ്ത് അവർ മാറിയിട്ടുണ്ട്, അവർ ഫേസ്ബുക്കിൻ്റെ ഉപയോഗം നിർത്തിയിട്ടുണ്ട്. പക്ഷേ
മക്കളുടെ കൂടെ ഇവർ ഓടിയെത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും അൽഗോരിത പ്രകാരം ഫേസ്ബുക്കിൽ വരുന്ന ഇൻഫർമേഷൻസും വീഡിയോസും സാധനങ്ങളും അല്ല ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത്. ഇൻസ്റ്റാഗ്രാം എന്നുള്ളൊരു സാധനമല്ല സ്നാപ്ചാറ്റിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും അല്ലേ വെറുതെ ഉണ്ടാവുന്നത്. ഗ്യാപ്പ് എന്ന് പണ്ടേ നമ്മൾ പറയാറുണ്ട്, ജനറേഷൻ തമ്മിൽ ഗ്യാപ്പുകൾ ഉണ്ടാവുന്നത്. പക്ഷെ അത്രയും കാലവും ഈ മനുഷ്യന്മാർ തന്നെയായിരുന്നു ഇവരെ വളർത്തിക്കൊണ്ടിരുന്നത്. അതെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു വ്യത്യാസം, അൽഗോരിതമാണ് മക്കളെ വളർത്തുന്നത്. തീർച്ചയായിട്ടും അൽഗോരിതം മക്കളെ വളർത്തുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ അൽഗോരിതം ചില ആൾക്കാരാണ് തീരുമാനിക്കുന്നത് എന്താണ് മക്കൾ കാണേണ്ടത്. അവരാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ജനറേഷനെ വളർത്തുന്നത്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും. ഇപ്പം ഉണ്ടായിരുന്ന ജനറേഷൻ്റെ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ, അവർ ഗുണമാണോ ദോഷമാണോ നമുക്ക് പറയാൻ പറ്റില്ല. ചില ഘട്ടങ്ങളിൽ ഗുണമാണ്. ഇവർക്ക് ഒരു അതോറിറ്റി ഇല്ല. മീൻസ് ഇവരുടെ നോളേജിന് ഇവർ ബ്ലൈൻഡ്ലി ആരും ട്രസ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ചെറുപ്പം വല്ലേ ഇവരിപ്പോൾ യൂട്യൂബ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് കണ്ട് അതിൻ്റെ അപ്പുറത്ത് വേറെ കണ്ടന്റ് ചിലപ്പോൾ അതിനെതിരെ പറയുന്നുണ്ടാവും. അപ്പോൾ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ തന്നെ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു സാധനം ഇങ്ങനെ ഉണ്ടോ, അതല്ല അങ്ങനെ അല്ല എന്ന് പറയുന്ന വേറെ വീഡിയോ അടുത്ത വീഡിയോ. അപ്പോൾ ഇവരെന്താ ചെറുപ്പം മുതലേ ഈ സ്കെപ്റ്റിസിസം വളരെയാണ്. നമ്മൾ കാണുന്നത് അപ്പടി വിശ്വസിക്കേണ്ട എന്ന് ഇവർ ചെറുപ്പം മുതലേ ഉറച്ചിട്ടാണ് ഇവർ തുടങ്ങുന്നത്. ഇപ്പം എൻ്റെ മോളൊരു കേസ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ മോളത്ത് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ചില വീഡിയോസ് മറ്റേ ഫോർവേഡ് മെസ്സേജൊക്കെ കാണലില്ലേ, അപ്പോൾ ആ കാണലുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ വിശ്വസിക്കാം, അതൊക്കെ ഉറപ്പായിട്ടും ഫേക്ക് ആണല്ലോ എന്നാണ് അവൾ പറയുന്നത്. ഞാൻ അങ്ങനെ എനിക്ക് തോന്നാൻ ഫേക്കിൻ്റെ മാനദണ്ഡം ചോദിച്ചു, എങ്ങനെയാണ് ഇപ്പോൾ തോന്നാൻ കാരണം എന്ന് വെച്ചാൽ, അതിപ്പോൾ നമുക്ക് അറിഞ്ഞൂടെ വരുമ്പോൾ തന്നെ അങ്ങനെ ആയിരിക്കൂലേ. അപ്പോൾ ബൈ ഡിഫോൾട്ട് അത് എനിക്ക് മനസ്സിലായ സാധനം അതാണ്. അവർ ചെറുപ്പം മുതലേ രണ്ടും കണ്ട് ശീലിച്ചുകൊണ്ട് ബ്ലൈൻഡ്ലി ഒന്നിനും ട്രസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതോറിറ്റീനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ മീഡിയ, എസ്പെഷ്യലി ന്യൂസ് മീഡിയ 5 പൈസയൊക്കെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കണത്തിന് സൗകര്യം. കാരണം മെയിൻ സ്ട്രീം മീഡിയ പലതും പ്രോഗ്രാംഡ് ആണ്. ഓരോരുത്തർക്ക് ഓരോ അജണ്ടകളുണ്ട്. ചിലത് ഗവൺമെൻറ്റിൻ്റെ ടൂൾസ് ആയിരിക്കും, ചിലത് ചില ഐഡിയോളജികളുടെ ടൂളായിരിക്കും. അപ്പോൾ ഇത് പൊതുവെ ഇവർ അപ്പടി വിഴുങ്ങുന്ന ഒരു അതോറിറ്റി സ്ട്രക്ചറിലൂടെ അല്ലാതെ ഇവരെന്താ പഠിക്കുന്നത്, ഇവർ വളരെ പരന്നിട്ടാണ് പോകുന്നത്. ടോപ്പ് ടു ബോട്ടം നേച്ചർ അല്ല, പല സൈഡിൽ നിന്ന് ഇൻഫർമേഷൻ വരും. അപ്പോൾ ഇതുകൊണ്ട് ഇവർക്ക് എന്താവും, ഈ ഇൻഫർമേഷൻ ഓവർലോഡ് ആവുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളും ഉണ്ടല്ലേ. ഇപ്പോൾ ഇൻഫർമേഷൻ ഓവർലോഡ് ആവുന്നതിൻ്റെ പ്രശ്നങ്ങൾ കാര്യമായിട്ടുണ്ട്. കാരണം ഒന്നാമത് കോൺഫ്ലിക്റ്റ് ഇൻഫർമേഷൻ വരും. അപ്പോൾ എന്ത് വിശ്വസിക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം അടിസ്ഥാനപരമായിട്ട് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നിലും വിശ്വസിക്കേണ്ട, എല്ലാത്തെയും സംശയത്തോടെ നോക്കുക എന്നുള്ളൊരു പ്രകൃതം പലപ്പോഴും കാണുന്നുണ്ട്. പിന്നെ അവർ വിശ്വസിക്കുക, അവരോട് വളരെ ക്ലോസ് ആയി നിൽക്കുന്ന ആൾക്കാർ, അവരോട് വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അവരോടുള്ള സ്നേഹം കാരണം ചിലപ്പോൾ അവർ പറയുന്നൊക്കെ വിശ്വസിക്കും. പക്ഷേ അത്തരം ബന്ധങ്ങൾ ഇപ്പം കൂടി ഓൺലൈനോട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അവർ വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി സർക്കിൾ ഉണ്ടാവും, അവരുടെ ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ വരുന്ന കുറേ കൂടി ട്രസ്റ്റ് വർത്തി ആയിരിക്കും. ബട്ട് ഇൻ ജനറൽ ബ്ലൈൻഡ്ലി ട്രസ്റ്റിംഗ് സ്വഭാവം ഈ പാരൻസ് ഒക്കെ ചിലപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ പാരൻസിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ എന്തുകൊണ്ട് നീ ചേഞ്ച് ആവണം, അല്ലെങ്കിൽ നീ ഇത് വിശ്വസിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പാരൻസിന് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ പാരൻസ് അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട്. അവർ പറഞ്ഞു കൊടുക്കുന്നത് അവർ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും. പക്ഷെ അത് ഇവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സ്വാഭാവികമായിട്ട് ജെൻസ് ചോദിക്കുന്ന ചോദ്യം അതാണ്, എന്തുകൊണ്ട് ഞങ്ങളത് ഫോളോ ചെയ്യണം, എന്തുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കണം. അത് പറഞ്ഞ് പ്രതിഫലിപ്പിച്ചു കൊടുക്കാൻ ഇപ്പോൾ ഇവർക്ക് പറ്റുന്നുണ്ടാവില്ല. അല്ല, ആ ഒരു ക്രൈസിസ് പാരൻസിൻ്റെ ഇടയിൽ പൊതുവെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണുന്നത്. ഒന്നാമത് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ, ഇവർ രണ്ട് ലോകത്ത് ജീവിക്കുന്ന പോലെയാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ ഇവർക്ക് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഷ മനസ്സിലാവുന്നില്ല, ഇവർ യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ് മനസ്സിലാവുന്നില്ല, അവരുടെ തോട്ട് പ്രോസസ് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളും പെട്ടെന്ന് ഡിസൈഡ് ചെയ്യണേ ദേ ഓൺ അണ്ടർസ്റ്റാൻഡേഴ്സ്. പൊതുവെ ഇപ്പോൾ കുട്ടികളെ എല്ലാവരും പറയുന്ന സാധനമാണ് ദേ ഓൺ അണ്ടർസ്റ്റാൻഡേഴ്സ്. അപ്പോൾ പാരൻസ് പിന്നെ കൺഫ്യൂസ്ഡ് ആണ്, ഇത് എങ്ങനെ അവരായിട്ട് പറയുക, എങ്ങനെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു പ്രശ്നം വന്ന് കിടക്കുന്നുണ്ട്. ഇത് അത്ര ഈസിലി മാറ്റാൻ പറ്റിയൊരു സാധനമായിട്ട് എനിക്ക് തോന്നില്ല. കാരണം ഈ സിസ്റ്റം ഉണ്ടാക്കി വെച്ച് പാരൻസ് ഒക്കെ കൂട്ടിയിട്ടാണ്. ആദ്യം പറഞ്ഞ ഭാഗം, ആ ഇൻട്രോയിൽ പറഞ്ഞ ഭാഗം ഭയങ്കരമാണ്. കാരണം നേരത്തെ എനിക്ക് ആ പോയിന്റ് നിങ്ങൾ കൊണ്ടുവന്ന നരേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മളൊരു കുട്ടീനെ കൊണ്ടുപോയിട്ട് പാരൻസിന് ജോലിക്ക് പോകണം, അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വിടുന്നതിനേക്കാളും വലിയ അപകടമാണ് വീട്ടിലിരുത്തിയിട്ട് അല്ലെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ഇരുത്തിയിട്ട് അവർക്ക് ഗാഡ്ജറ്റ്സ് കൈ കൊടുക്കുക എന്നുള്ളത്. വേറൊരു വേൾഡിലേക്ക് ഡോറ് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇവരുടെ ചേഞ്ചുകൾ ഉണ്ടല്ലോ, ഇവരിൽ വരുന്ന ഇവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യണത്, ഇവരെങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട് സർക്കിൾ എന്താണ്, കാര്യങ്ങൾ എങ്ങനെയാണ് ഇവരെ സ്വാധീനിക്കുന്നത്, ഇതറിയാൻ ഇവരുടെ കൂടെ ഒന്ന് ഓടാനെങ്കിലും അല്ലെങ്കിൽ നടക്കുന്ന ഈ ഒരു കൾച്ചറൽ ചേഞ്ചുകളെ മനസ്സിലാക്കാനെങ്കിലും പാരൻസ് തയ്യാറാവണം എന്നുള്ളത്. അത് ഇപ്പം ഞാനൊരു സമയത്ത് മോൻ്റെ ഒരു ഗെയിം കളിക്കുന്ന കണ്ടു കമ്പ്യൂട്ടറിൽ, ഒരു എമംഗ് അസ് എന്ന് പറഞ്ഞ ഗെയിമാണ്.
അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പേസ് മിഷനാണ്. ഈ സ്പേസ് മിഷനിൽ ഒരു ഇമ്പോസ്റ്റർ, ഒരു നുഴഞ്ഞുകയറ്റക്കാരനുണ്ട്. ഈ നുഴഞ്ഞുകയറ്റക്കാരൻ്റെ ഉദ്ദേശം ഈ സ്പേസ് മിഷൻ തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് വേണം, വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കക്ഷി, അതായത് നമ്മളെ ക്യാരക്ടർ ഇമ്പോസ്റ്റർ ആരാന്ന് കണ്ടുപിടിക്കണം. പക്ഷെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് നുണകൾ പറഞ്ഞിട്ട് ട്രിക്കിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് ആ ഗെയിമിൻ്റെ ഡിസൈൻ തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 4 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 5 6 ഇത് ഗെയിം കളിക്കാൻ പ്രാകുന്ന കുട്ടി ഫസ്റ്റ് ഇത് ശീലിക്കുന്നത് നുണ പറയാൻ വേണ്ടിയിട്ടാണ്. നുണ പറഞ്ഞ് കാര്യം സാധിക്കുക എന്നുള്ളത് വളരെ യങ് ഏജിൽ നിന്ന് ഇവർ നല്ല ഹരമുള്ള ഗെയിമാണ്. നല്ല അനിമേഷൻ, ഗ്രാഫിക്സ് ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ പെട്ടെന്ന് ഹുക്ക്ഡ് ആവും കുട്ടികൾ. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു പണി പൊതുവേ എന്ന് പറഞ്ഞാൽ, കുട്ടികൾ ചെയ്യുന്ന സാധനങ്ങൾ ഗെയിം ആണെങ്കിലും ഞാനും കളിച്ചു. എന്താണ് ചെയ്തു നോക്കുക. സംഭവം നമുക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള സാധനം ആയിരിക്കില്ല. ഇപ്പോൾ പബ്ജി ആകുമ്പോൾ പബ്ജി കളിച്ചു നോക്കും, ഇതാകുമ്പോൾ ഇത് കളിച്ചു നോക്കും. പക്ഷെ അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കണം, അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഞാൻ എന്നിട്ട് ഇതിൻ്റെ പ്രശ്നം മനസ്സിലായപ്പോൾ തന്നെ മോനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി നൈസായിട്ട് അത് അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ അവന് വേറെ റിവാർഡൊക്കെ കൊടുത്തിട്ട് ഒരു രമ്യതയിലാണ് ഈ സാധനം ഇതാക്കിയ ഒരു കാര്യം കേട്ടോ. അതായത് റീപ്ലേസ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ഒരു മാർഗം വേണം. കാരണം കുട്ടികൾക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യരുത്. അവര് നമ്മളെല്ലാത്തിനെയും തടസ്സപ്പെടുത്തുന്ന ഒരാള് എന്നുള്ള ഫീലിന് അപ്പുറത്തേക്ക് അവിടെ എന്തെങ്കിലും കുട്ടികൾക്ക് റീപ്ലേസ് ചെയ്യാൻ, അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം വേണം. അതൊരു സാധനം കൂടെ വന്നു. ഞാനിപ്പോൾ ഇതുപോലെ സ്കൂളിൽ മാഷ് കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അയാൾ 20 minutes ആയിട്ട് വേറെ പാരൻ്റായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്താ സംഭവം എന്നൊരു അവസാനം മൂപ്പർ പറഞ്ഞു വെച്ചാൽ, മോളെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചപ്പോൾ മോള് മുടി പിടിച്ച് വലിക്കുകയാണ്, തല്ലുകൂടാണ്, വീട്ടിലായിട്ട് ഇത് ഉമ്മയായിട്ടാണ് പ്രശ്നം, ഉപ്പ സ്ഥലത്തില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച സംഭവം എന്ന് പറഞ്ഞാൽ, ഇത്രയും കാലം ആ കുട്ടിക്ക് അത് കൊടുത്ത് വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അത് തിരിച്ചെടുക്കുകയാണ്. അവളുടെ ലൈഫായി മാറിയാണ്. അവളെ നെർച്ചർ ചെയ്യുന്നത് ആ ഫോണായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ്. അപ്പോൾ ഒന്നാമത് ശീലിപ്പിക്കുന്നതിലുള്ള പ്രശ്നമുണ്ട്. ഇത്രയും കാലം ചിലപ്പോൾ വർഷങ്ങളോളം അത് ഉപയോഗിച്ച് ശീലിച്ചിട്ടുണ്ടാവും. പെട്ടെന്നാണ് ഇത് ഡേഞ്ചറാണെന്ന് കണ്ടിട്ട് ചിലപ്പോൾ മാറ്റുന്നുണ്ടാവും. ഒന്നാമത് ഒരു ആൾട്ടർനേറ്റീവ് കൊടുക്കണം. നമ്മളൊരു എപ്പോഴും ഒരു പണിഷ്മെൻറ്റ് കണ്ടാൽ നമ്മൾ പണിഷ്മെൻറ്റ് മാത്രം കൊടുക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും തടസ്സം നിൽക്കുന്ന ഒരാളായി മാറും പാരൻസ് ആയപ്പോലും. അപ്പോൾ ആ ഡിസ്കണക്ട് ഒരു പ്രശ്നം തന്നെയാണ്. ഈ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഇവരെ പൊളിറ്റിക്കലി ഇവരുടെ ഒരു വ്യൂ പോയിന്റ് നമുക്ക് എങ്ങനെയാണ്? ഇപ്പോൾ ജെൻസി എന്ന് പറയുമ്പോൾ ആദ്യം ഒരു പ്രത്യേകിച്ച് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ജോലിക്ക് താല്പര്യമില്ലാത്ത, ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ എന്നുള്ള നിലക്കാണ് ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷെ അങ്ങനല്ല. ജെൻസിൻ്റെ അഡ്വാൻറ്റേജുകൾ പറയുമ്പോൾ ഈ ബിസിനസ് മൈൻഡ് സെറ്റ്, പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ തലച്ചോറിൽ നിന്ന് ഉണ്ടാവുന്ന സാധനങ്ങളാണ്. അതാണ് പുതിയ ബ്രാൻഡുകൾ നിർമ്മിക്കുക, ഇതൊക്കെ അവരിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഈ അവരുടെ പൊളിറ്റിക്കലി അവരുടെ ഒരു വ്യൂ പോയിൻ്റ് എന്താണെന്നുള്ള, ശരിക്കും പറഞ്ഞാൽ ഒരു ഭരണത്തെ സമരം ചെയ്ത് പ്രൊട്ടസ്റ്റ് ചെയ്ത് നിലവിലുള്ള വഴികളവരെ മാറ്റിമറിക്കാനൊക്കെ അവരെ കൊണ്ട് കഴിയുന്നു എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഉത്ഭവമാവട്ടെ, അതിൽ ശരിക്കും ഭരണത്തെ പിടിച്ചു കുലുക്കാൻ മാത്രമുള്ള ഒരു സമരത്തിലേക്ക് നേതൃത്വം കൊടുക്കാൻ അവർക്ക് പറ്റി. ആ ബ്രൂട്ടലായിട്ടുള്ള മർദ്ദനങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് ഡൽഹിയിൽ നിന്ന് ഉണ്ടാകുമ്പോഴും അവിടെ നിന്നുകൊണ്ട് അവർ ടിക്ടോക്ക് വീഡിയോസും ഇൻസ്റ്റാഗ്രാമിൽ റീലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പോലീസിന്റെ ലാത്തി ചാർജ് ഉണ്ടാകുമ്പോൾ പോലും അതിന്റെ ഇടയിൽ നിന്ന് അതുവരെ അവർ റീലാക്കി BGM ഇട്ടിട്ടാണ് പുറത്ത് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇപ്പൊ നമ്മളൊക്കെ അത് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. എല്ലാവരും അനലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, നമ്മളിതുപോലെ തന്നെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് മാത്രമാണ്. അപ്പം അതിൻ്റെ ഒരു സംഭവം ഞാൻ നോട്ട് ചെയ്തെന്ന് വെച്ചാൽ, ഒന്നത് ഹെയ്റ്റ് ക്യാമ്പയിനുകൾക്ക്, പൊതുവെ വർഗീയ ക്യാമ്പയിനുകൾക്ക് ഇവർക്ക് ഒരു താല്പര്യമില്ല. അവരതിൽ ഹുക്ഡ് അല്ല ഒരു കാരണവശാലും. കാരണം ഒരുപാട് കാലത്തോളം ഇങ്ങനത്തെ വിഷയങ്ങളിലല്ല അവർ എൻഗേജ് ചെയ്തിട്ടുള്ളത് ചെറുപ്പം മുതലേ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഗെയിമിങ്, ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികളും ഏതെങ്കിലും തരത്തിൽ ഗെയിമിങ്ങിലുണ്ടോ, മൊബൈലോ കമ്പ്യൂട്ടറോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ഗെയിം ചെയ്യുന്ന സ്ഥലങ്ങളിൽ എല്ലാ ടൈപ്പ് മനുഷ്യന്മാരുണ്ടാവും. അവർ ചെറുപ്പം മുതലേ ഹെയ്റ്റ് വെച്ചോണ്ടല്ല, അവർ സ്കൂളുകളിലും ഗെയിമിങ്ങിലായാലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വിഭാഗം ആൾക്കാരായിട്ട് അവർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ഇഞ്ചക്ട് ചെയ്യുന്നവരില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു സെഗ്മെൻറ്റ് ഇങ്ങനെ തന്നെ ഉണ്ട്, ഒരു ഇതിനെ അഫക്റ്റ് ചെയ്യുന്നൊരു സെഗ്മെൻറ്റും ഉണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു ശതമാനം കുട്ടികൾക്കും ഈ യങ് ജനറേഷനിൽപ്പെട്ട ആൾക്കാർക്കും ഇതിന് യാതൊരു താല്പര്യമില്ല. അപ്പോൾ ഇവിടെ ഒരു സമയത്ത് കാസ എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ റൈറ്റ് വിംഗ് വിഭാഗം കേരളത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഒരു ഇലക്ഷനിലൂടെ
അത് വെറും എന്താണ് അവർക്കൊരു ഇൻഫ്ലുവൻസ് ഇല്ല എന്നുള്ള ഘട്ടത്തിലോട്ട് എത്താണ്. അപ്പോൾ എൻ്റെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ ആ മനുഷ്യന്മാരവിടെയും പോയിട്ടില്ല, ആ മനുഷ്യന്മാർ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അവരെ റീപ്ലേസ് ചെയ്യുന്ന വിധത്തിൽ എന്ത് വന്നു, പുതിയ ജനറേഷൻ ഓവർകം ചെയ്തു. അവർക്ക് ഈ കാര്യത്തിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അതിൽ സോഷ്യൽ മീഡിയക്കൊക്കെ വലിയ പങ്കുണ്ട് ശരിക്കും. കാരണം അത് ഏറ്റവും നന്നായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം, ആളുകളുടെ മൈൻഡിനെ എങ്ങനെ മാറ്റിയെടുക്കണം എന്നുള്ളതൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ നമ്മൾ ധ്രുവ്രാട്ടിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഭയങ്കര വലിയൊരു പങ്കയിൽ വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ധ്രുവരാട്ടീൻ്റെ എനിക്ക് ഒരു പക്ഷേ ഈ CJP ഇതിൻ്റെ ആ ഒരു കോർ ചിലപ്പോൾ ഈ ധ്രുവരാട്ടീൻ്റെ ഒക്കെ ടൈപ്പ് മെസ്സേജിങ് ആയിരിക്കും. അപ്പോൾ ഒപ്പീനിയൻസിന് ബാക്കപ്പ് ഉണ്ടോ, ഡോക്യുമെന്റേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്ത് തെളിവുണ്ടോ, അത് റീസണബിൾ ആണോ എന്നുള്ളതാണ് കുറേ കൂടി നോക്കുക. അപ്പോൾ നമ്മൾ വിഭാഗം അല്ലെങ്കിൽ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ആണോ അവർ എന്നുള്ള കൺസെപ്റ്റിനെ കാട്ടി പറയുന്നത് റീസണബിൾ ആണോ, ജസ്റ്റിസ് ആണോ, കുറേ കൂടി ജസ്റ്റിസ് ഓറിയൻറ്റഡ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. യങ് ജനറേഷൻ കുറേയും കൂടി ഒരു ജസ്റ്റിസ് ഓറിയൻറ്റഡ് ആയിട്ട് ആണ്. അതുകൊണ്ടാണ് മില്യൺ വ്യൂസും ഫോളോവേഴ്സും ഉള്ള, ഞാൻ ആ പേരും ചാനലും പ്രത്യേകം കോട്ട് ചെയ്യല്ല, പക്ഷെ നമുക്ക് പറയാതെക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ പേൾമാണി ഷോ അറിയാലോ, ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഭയങ്കര സ്വീകാര്യതയും ആക്സെപ്റ്റൻസ് ഒക്കെ കിട്ടിയ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഒരൊറ്റ പരാമർശം കൊണ്ട് മില്യൺ വ്യൂസ് താഴോട്ട് പോവാണ്. അത് ആ ഫോളോവേഴ്സൊക്കെ അൺഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെന്നെയാണ്, ഈ പറയുന്ന ഫോളോ ചെയ്ത ജെൻസി തലമുറയിലുള്ള ആളുകൾ തന്നെയാണ്. അവർക്ക് പറ്റുന്ന വൈബുള്ള സാധനങ്ങളാണ് അവർ അത്രയും ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അതങ്ങനെയല്ല, പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട് എന്ന് ചിലപ്പോൾ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനൊരു കാരണം വെച്ചാൽ ഇവർ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഫേക്ക് ഗീവ് അവേസ് ഉണ്ടാവും, തട്ടിപ്പ് വീഡിയോകൾ ഉണ്ടാവും. ഇത് മുമ്പുള്ള ജനറേഷൻ കുറേ കഴിഞ്ഞിട്ടാണ് കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇവർ ഏർലി ഓൺ തന്നെ ഇങ്ങനത്തെ വീഡിയോകൾ കണ്ട് ശീലിച്ചിട്ടുണ്ട്. അപ്പോൾ കാണുന്ന ആളല്ല ഒറിജിനൽ ഉണ്ടാവുക, അല്ല ക്യാമറയുടെ മുമ്പിൽ വന്ന പലരും അഭിനയിക്കും എന്നൊരു ധാരണ അവർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഒരു ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യും. ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ടാൻ വലിയ പാടാണ്. അതാ പറഞ്ഞ ഒരു അതോറിറ്റി ആർക്കും ഇവർ കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം ഇപ്പോൾ അവർ പൊളിറ്റിക്കലി ആക്റ്റീവായി വരുന്ന ഏജ് ആയിട്ടേ ഉണ്ടാവുള്ളൂ പല ആൾക്കാരും. അപ്പോൾ അവർക്കത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി എനിക്ക് തോന്നുന്നു ഓൾറെഡി ചിലപ്പോൾ ആയിട്ടുണ്ടോ. കാരണം അവർ വളർന്നു വന്ന നേച്ചർ അങ്ങനെയാണ്. അപ്പം പൊളിറ്റിക്കലി കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റേണ്ടതാണ്. എന്നുവെച്ചാൽ ഇവർ അത്ഭുത മനുഷ്യന്മാരൊന്നുമല്ല, സാധാരണ എല്ലാവരെ പോലെ തന്നെ ഒരു ജനറേഷനിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ്. അവർ ബേസിക്കലി ഡിഫറൻസ് ഇൻഫർമേഷൻ ഫ്ലോ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊരു അതോറിറ്റിയും ഇൻഫർമേഷൻ ഫ്ലോ ആയിട്ട് അത് മുൻ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഡിഫറൻ്റ് ആണ് ഇവരുടെ കേസിൽ. അതുകൊണ്ടാണ് ഈ ഡിസ്കണക്റ്റും പലപ്പോഴും ഉണ്ടാകുന്നത്. ഈ അതോറിറ്റിക്ക് മനസ്സിലാവുന്നില്ല, സർക്കാരിന് മനസ്സിലാവുന്നില്ല, പാരൻസിന് മനസ്സിലാവുന്നില്ല, ഇവരെന്താ ചെയ്യേണ്ടത്. കേട്ടോ ഈ ഇപ്പോൾ 2026 ജൂലൈ 15 ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പ്രസ്താവന നടത്തുന്നത്, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു കോക്രോച്ചസ് എന്ന് പറഞ്ഞിട്ട്. അതേ സാധനം തന്നെ അവർക്ക് വളരാൻ ആവശ്യമായ ഒരു ഫ്യൂലാക്കി അവർ മാറ്റുകയാണ്. ഇപ്പോൾ അഭിജിത്ത് ദീപക് എടുത്തിട്ട് എന്ത് ചെയ്യും, നേരെ ഈ സാധനം തന്നെ, ഈ പ്രയോഗത്തെ തന്നെ എടുത്തിട്ട് അവർ പാർട്ടിയാക്കുന്നു. അത് ഭയങ്കര മില്യൺ വ്യൂസിലേക്ക് അവർ എത്തിക്കുന്നു, ഫോളോവേഴ്സിലേക്ക് എത്തിക്കുന്നു. ഭരണപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങളെ നിർബന്ധിതമായി അവർ മാറ്റേണ്ടി വരുന്നിടത്തേക്ക് അവരെത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ യങ്ങായിട്ടുള്ള ആളുകളാണ് അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നുള്ള തന്നെയാണ് ഇതിൽ ഏറ്റവും അഭിമാനത്തോടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം. CJP പ്രൊട്ടസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരുപാട് കാലമായിട്ട് ഫോളോ ചെയ്യുന്ന ചില പാറ്റേണുകളുണ്ട് മീഡിയനെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ നരേറ്റീവ് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറേ പാറ്റേണുകളുണ്ട്. ഉദാഹരണത്തിന് പാകിസ്ഥാനിയാണ്, അവരാൾ പാകിസ്ഥാനിയാണ്, നക്സലൈറ്റ് ആണ്, രാജ്യദ്രോഹികളാണ്, വിദേശ ഫണ്ടുകൾ വരുന്നത്. ഇത് പൊതുവെ ഇങ്ങനത്തെ എന്ത് എതിർപ്പ് വന്നു കഴിഞ്ഞാൽ അർബൻ നക്സലുകൾ. അപ്പോൾ ഈ ടെർമിനോളജിയും ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഒരുപാട് കാലം വർക്ക് ചെയ്തിരുന്നു. പക്ഷെ വർക്ക് ചെയ്ത് മൊത്തം ഇവരുടെ അടുത്തല്ല എന്നുള്ള വ്യത്യാസം കിടക്കുന്നുണ്ട്. പക്ഷെ അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കാരണം ജെൻസി ആ സമയത്ത് വോക്കലായിട്ടില്ല, അവരെല്ലാം കണ്ട് ശീലിക്കുകയാണ്. അത് വർക്ക് ചെയ്യുന്ന ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു. ആ ജനറേഷനിൽ ഒരു പരിധി വരെ ചിലപ്പോൾ വർക്കും ചെയ്യലുണ്ട്. പക്ഷെ വളർന്നു വരുന്ന ഈ തലമുറ ഇവരെന്താണ് കാണിക്കുന്നതെന്ന്, എന്താണ് പറയുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണ്, അവരെങ്ങനെയാണ് ഇതാവുന്നത്, ഇതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ CJP സമരം തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് തന്നെ ആദ്യം ചെയ്ത പണി മീഡിയാസ് ഒന്നും കവർ ചെയ്യാണ്ട് നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു കാര്യം ഇല്ലാന്ന് മനസ്സിലായി. കാരണം സോഷ്യൽ മീഡിയ മൊത്തതാണ് വരുന്നത്, എല്ലാവരും കാര്യം അറിയേണ്ടത് മനസ്സിലായി. പൊതുവേ പൊളിറ്റിക്സ് ഇങ്ങനത്തെ കാര്യം ശ്രദ്ധിക്കാത്ത എൻ്റെ മോള് വരെ, സാധാരണ സ്കൂൾ കുട്ടികളെ അവരിടയിൽ വരെ ഇത് ചർച്ചാ വിഷയം. അപ്പോൾ അവരൊന്നും ഒരു പൊളിറ്റിക്കൽ വിഷയം ശ്രദ്ധിക്കാത്ത മക്കളാണ്, എസ്പെഷ്യലി പെൺകുട്ടികൾ ആ ഏജിലുള്ള. അവർ വരെ ഇതിൽ ഡിസ്കഷൻ നടത്തുന്നത് ഞാൻ ചോദിച്ചത് ഇങ്ങനെ നിങ്ങൾ ഇത് അറിഞ്ഞു, അത് ഞങ്ങളുണ്ട്. ബാക്കി ലോകകാര്യങ്ങൾ ഞാൻ ചോദിച്ചൊന്നും അവർ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ മനസ്സിലാക്കി വെച്ചാൽ അവരെ
ഇത് അഫക്റ്റ് ചെയ്യുന്ന സാധനമാണ്. അതായത് ഗവൺമെൻറ് അവർക്കെതിരെ തിരിഞ്ഞു, ഞങ്ങളെ മക്കളെ അല്ലെ ഞങ്ങളെ അവർ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ഫീല് ഈ യങ് ജനറേഷൻ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ആ ഡിസ്ട്രസ്റ്റ് അപ്പം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഇവർ പറയുന്ന നരേറ്റീവുകൾ, ഫോറിൻ ഫണ്ടിങ്, മറ്റേ വിദേശ ശക്തികൾ, നക്സലിസം, ഇങ്ങനത്തെ ഒരു സാധനവും ഇവർ 5 പൈസേൻ്റെ വില കൽപ്പിച്ചിട്ടില്ല. കാരണം അവർക്ക് ബൈ ഡിഫോൾട്ട് മനസ്സിലായി പാറ്റേൺ ഒരു വർഷങ്ങളായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ വോക്കൽ ആയിട്ടില്ല എന്നേ ഉള്ളൂ. വോക്കൽ ആവുന്ന ഏജ് ആയപ്പോഴേക്കും അവരെ മേത്തി സെയിം പാറ്റേൺ ഓഫ് ടോൾ ആദ്യം ഇഗ്നോർ ചെയ്തു, പിന്നെ അവരെ ആക്ഷേപങ്ങൾ കൊണ്ട് ചൊരിഞ്ഞു. ഒരു തരത്തിൽ അവരത് എഫക്റ്റ് ചെയ്തിട്ടില്ല. അവരെ അക്രമം ചെയ്ത് നോക്കി, അതും എഫക്റ്റ് ചെയ്തിട്ടില്ല. ഒരു ഘട്ടത്തിയപ്പോൾ ഇത് ചിലപ്പോൾ കൈവിട്ട് പോകും എന്നുള്ളൊരു സ്റ്റേജ് വന്നപ്പോഴായിരിക്കാം ആ സംഭവം റെസിഗ്നേഷനും കാര്യങ്ങൾ കടന്നത്. കാരണം നെയ്ബറിങ് കൺട്രീസിൽ സിമിലർ പാറ്റേൺ ആണ് തുടങ്ങിയത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ, നേപ്പാൾ, ഇങ്ങനെ ഒരുപാട് സംഭവം മാതൃകയായിട്ട് മുമ്പിലുണ്ട്. അത് സില്ലിയായിട്ട് കാണാനും പറ്റില്ല. കാരണം അവിടെയൊക്കെ നിസ്സാരമായ ചില കാര്യങ്ങളിലാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഒരു പെട്ടെന്നാണ് ഈ കൈവിട്ട് പോവുകയും ചെയ്യുന്നത്. ഇപ്പൊ നേപ്പാളിൽ അവിടെ പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് സോഷ്യൽ മീഡിയ നിരോധിച്ചിരുന്നു. അത് വൻ പ്രശ്നത്തിലോട്ടാണ് നയിച്ചത്. അപ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ ഇവര് ഇടക്കാല പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ച നടത്തി. സാധാരണഗതിയിൽ മീറ്റിങ്ങുകളിലോ പാർട്ടി സമ്മേളനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നുണ്ടാവുക. പക്ഷെ ഇവർ ആ ചർച്ച മൊത്തം നടത്തിയ ഡിസ്കോഡ് എന്ന് പറഞ്ഞൊരു ആപ്പിലാണ്. ഇത് പൊതുവേ ഗെയിമിങ്ങിന് യൂസ് ചെയ്യുന്ന ആപ്പാണ്, ഗെയിമിങ്ങിനെ സംബന്ധിച്ച് ചാറ്റിന് യൂസ് ചെയ്യുന്ന ആപ്പാണ്. അല്ലാത്ത പർപ്പസും ഉണ്ട്, ബട്ട് പ്രൈമറിലി അങ്ങനെയാണ് യുവാക്കളെ കയ്യിലിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇത് സാധാരണ ഇതിൽ ആരും ചിന്തിക്കാത്തൊരു സാധനമായിരുന്നു. ഇവരിങ്ങനത്തെ ഒരു ചർച്ച വരെ ഇവിടെ നടന്നു കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ മെക്കാനിസം ഇത് പാരൻസിന് മാത്രമല്ല അതോറിറ്റീസിനും ഗവൺമെൻറ്റ്സിനൊക്കെ എന്താണ് അവർക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതിലേറ്റവും നല്ലൊരു ഉദാഹരണം ഇസ്രായേലിന് അപ്രമാദിത്വമുള്ളൊരു മേഖലയായിരുന്നു മീഡിയ. അത് പ്രിന്റഡ് മീഡിയ ആയാലും വിഷ്വൽ മീഡിയ ആയാലും. അത് ഞാൻ പറഞ്ഞപ്പോൾ ഇന്ത്യത്തെ കാര്യം മാത്രമല്ല, ഇന്ത്യ ആയാലും നെയ്ബറിങ് കൺട്രീസ് ആയാലും ഗ്ലോബലി തന്നെ ജെൻസിയുടെ വരവ് ഒരു ഭയങ്കരമായൊരു ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. തോട്ട് പ്രോസസ്സിനെയും ആൾക്കാരെങ്ങനെയാണ് ഡാറ്റയും കാര്യങ്ങളും ഇൻഫർമേഷൻ സ്വീകരിക്കുക എന്നുള്ള പറ്റിയിട്ട് അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കുന്നത്. ഇത്രയും കാലം എന്താണ് ഇസ്രായേലിന് അനുകൂലമായിരുന്നു അമേരിക്കൻ പബ്ലിക് മുഴുവനും. പക്ഷേ എല്ലാ യുദ്ധങ്ങളിലും വാർത്തകൾ വരും, വീഡിയോസ് വരും. പക്ഷെ അതൊക്കെ പൊതുവെ മെയിൻ സ്ട്രീം മീഡിയയിലൂടെയാണ് വരല്. പക്ഷെ ലാസ്റ്റ് തുടങ്ങിയ യുദ്ധത്തിൽ ഒരു ചേഞ്ച് ഉണ്ടായി. കാരണം അവിടെ എല്ലാവരും യങ് ജനറേഷൻ, അതായത് പൊളിറ്റിക്കലി ആക്റ്റീവായി തുടങ്ങുന്ന സമയത്ത് അവർ ടിക്ടോക്ക് ഫീൽഡിൽ വരുന്നത് കത്തിക്കരിഞ്ഞ കുട്ടികളുടെ ചിത്രങ്ങളാണ്, വീഡിയോകളാണ്, നിരപരാധികളെ മേൽ വീഴുന്ന ബോംബുകളുടെയും ഭയാനകമായ ദൃശ്യങ്ങളാണ്. അപ്പോൾ ഇവർ നിരന്തരം ഇത് കാണുന്നു. ഇത് എയർ ചെയ്യുന്നത് ആരാണ്? സാധാരണ മെയിൻ സ്ട്രീം മീഡിയ അല്ല. അവിടെ നിന്നുള്ള തന്നെ യുവാക്കളും കുട്ടികളും അല്ലാത്തവരൊക്കെ ആയിട്ട് ലൈവായിട്ട് ഗസേന്നൊക്കെ വീഡിയോ ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ട് ടിക്ടോക്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ടാണ് ഇവർ റിയൽ ആയിട്ട് ഈ സാധനം നേരിട്ട് ആദ്യമായി കാണുന്നത്. അവരുടെ ലൈഫിൽ ഒരു പക്ഷേ ആദ്യമായി കാണുന്നുണ്ടാവുക. മുമ്പ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ നിന്നാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് അമേരിക്കയിലെ ജനങ്ങളിൽ, എസ്പെഷ്യലി യുവതലമുറയിൽ ഇസ്രായേലിനുള്ള സപ്പോർട്ട് കുറയുന്നത്. അത് ഗണ്യമായി കുറയുന്നത്, ചില്ലറ കുറവൊന്നല്ല. പിന്നീടുള്ള സമയം ചെല്ലുന്തോറും ഇടിഞ്ഞുകൊടുക്കുകയാണ് സപ്പോർട്ട്. ഇപ്പൊ നേരെ തിരിയും ചെയ്തു, അവസാനം കംപ്ലീറ്റ് തിരിഞ്ഞു. അത് ഇസ്രായേൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു സാധനം. അമേരിക്ക മാത്രമല്ല, വെസ്റ്റേൺ രാജ്യങ്ങളിലെല്ലാം സമാനമായ പ്രതിഭാസമാണ്. കാരണം ഇവർക്ക് നേരിട്ട് ഇവർ ഡാറ്റ ഇൻഫർമേഷൻ സോഴ്സിൽ തന്നെ അവർക്ക് കിട്ടുകയാണ്. ADL എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട് അമേരിക്കയിൽ, ആൻറ്റി ഡിഫമേഷൻ ലീഗ് എന്നാണ് പറയുക. അത് ബേസിക്കലി സയനിസ്റ്റ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ലോബിങ് പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ തലവനുണ്ട് ജോണത്താൻ ഗ്രീൻബാർട്ട് എന്ന് പറഞ്ഞിട്ട്. മൂപ്പരൊരു സൂം മീറ്റിങ്ങിൽ നടത്തിയ ഒരു സംഭാഷണത്തിൻ്റെ ഓഡിയോ ലീക്കായിരുന്നു. അതിലയാൾ പറയുന്നത് നമുക്കൊരു മേജർ പ്രോബ്ലം ഉണ്ട്. ടിക്ടോക്കിൽ ജെൻസി മൊത്തം ഇവർക്ക്, അതായത് മറ്റേ പരസ്യങ്ങളും മറ്റേ റിപ്പോർട്ടുകളും കണ്ടിട്ട് ഇവരുടെ കോസിനെതിരായി മാറുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്, ഇത് പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞൊരു ഓഡിയോ ക്ലിപ്പായിരുന്നു സംഭവം. ഇത് ലീക്കാവുകയും ഭയങ്കര ചർച്ചാ വിഷയമാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജെൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ഇൻഫർമേഷൻ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മെയിൻ സ്ട്രീം മീഡിയ മൊത്തം പല രീതിയിലും നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം വരെ എന്ത് ചെയ്തു, അമേരിക്കയിൽ ടിക്ടോക്ക് ബാൻ ചെയ്യുന്ന ഘട്ടം വരെ എത്തി. പക്ഷെ അതിന്റെ കാരണം പറഞ്ഞത് ചൈനീസ് ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ പറഞ്ഞിട്ടാണ് ആ നിയമം പെട്ടെന്ന് ഓർമ്മ ഉണ്ടോ? അപ്പോൾ ചൈനീസ് ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടിക്ടോക്ക് നിരോധിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തത്. നിയമം പാസ്സായി, ടിക്ടോക്ക് ഒരു സമയത്ത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്നിട്ട് അവർ കണ്ടീഷൻ വെച്ചു, ഓക്കെ ഇതാണെങ്കിൽ മേജർ ഷെയർസ് അമേരിക്കക്കാരൻ വാങ്ങുകയാണെങ്കിൽ ഓക്കെ നമുക്കത് തിരിച്ചു കൊണ്ടുവരാമെന്നൊക്കെ നിയമനിർമ്മാണമൊക്കെ ആക്കിയിട്ട് വാങ്ങിയതാരാണെങ്കിൽ ഒറാക്കിൾ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ലാരി എല്ലിസൺ എന്ന് പറഞ്ഞ കക്ഷിയാണ്. മൂപ്പരാണ് ദ സിംഗിൾ മോസ്റ്റ് IDFന് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള പ്രൈവറ്റ് ഇൻഡിവിജ്വൽ എന്നുള്ള ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുന്നൊരു വ്യക്തി മൂപ്പരാണ്. ബേസിക്കലി ഇസ്രായേലിൻ്റെ സ്വന്തം ആളാണ്. ഇവരാണ്
എന്ത് ചെയ്യുന്നത്, പിന്നെ ടിക്ടോക്ക് വാങ്ങുന്നത്. ടിക്ടോക്ക് വാങ്ങുന്നതോടെ എന്താ സംഭവിച്ചാൽ ചിലപ്പോൾ പർച്ചേസിംഗ് ഒക്കെ നടന്നു, പിന്നെ അവിടെ പക്കാ സെൻസർഷിപ്പാണ്, കംപ്ലീറ്റ് സെൻസർഷിപ്പ്. ഇത്തരം ഒരു വീഡിയോകളും പിന്നെ അവിടെ സാധ്യമല്ല. അപ്പോൾ പിന്നെ ഈ നെതന്യാഹു തന്നെ ഒരു പ്രാവശ്യം അമേരിക്കയിൽ വന്നിട്ട് അവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സായിട്ട് മീറ്റിംഗ് ഉണ്ട്. ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചുകൊണ്ട് ഇതിനെ പറ്റിയിട്ട് അഭിമാനപൂർവ്വം പറയുന്നുണ്ട്, ടിക്ടോക്ക് നമ്മൾ വാങ്ങി, ആ ഏരിയ നമ്മൾ കവർ ചെയ്തു, ഇനിയുള്ള ട്വിറ്ററാണ്, അതേ എക്സ് അത് നമ്മുടെ സ്വന്തം ആൾ തന്നെയാണ്, നമുക്ക് തീരുമാനമാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉണ്ട്. ഇതൊന്നും ഒരു പരസ്യമാകുന്നതിൽ അവർക്ക് പ്രശ്നമില്ല, കാരണം അവരുടെ ഇടയിൽ പരസ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കാരണം അവർ ഉദ്ദേശ കാര്യം നടക്കും എന്നൊരു കോൺഫിഡൻസ് ആണ്. എന്നിട്ട് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, കാരണം നിരന്തരം ബാക്കി എല്ലാ മീഡിയ കട്ട് ഓഫ് ആകുമ്പോഴും ഈ ഗസേന്നൊക്കെയുള്ള ഇവരെ എല്ലാ റിപ്പോർട്ടുകളും വീഡിയോസൊക്കെ ട്വിറ്ററിൽ അതേ എക്സിൽ വരുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിയപ്പോൾ കംപ്ലീറ്റ് സ്റ്റോപ്പായി. ഒരു വീഡിയോ, ഒരൊറ്റ വീഡിയോ പോലും ഫീഡിൽ വരുന്നില്ല. എല്ലാവരും റിപ്പോർട്ട് ചെയ്ത സാധനം അത്. കാരണം എന്താ, അൽഗോരിതം മാറ്റി. അതായത് അൽഗോരിതമാണല്ലോ ഈ ജനറേഷനെ വളർത്തുന്നതും അവർക്ക് വിവരം കൊടുക്കുന്നതും. അപ്പോൾ അവരെ നിയന്ത്രിക്കാൻ, അവരെ മാനേജ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും അൽഗോരിതം മാറ്റിയാൽ മതിയല്ലോ. ഇതാണ് ഇതിൻ്റെ ബേസിക് ലോജിക്ക്. അപ്പോൾ ഈ ലോജിക്കാണ് ഇപ്പോൾ ആകെ അവർക്ക് അറിയുന്ന ഏക ലോജിക്ക്. ലോകത്തിലെ ഏറ്റവും പവർഫുൾ സർക്കാർ മുതൽ നമ്മളുടെ സർക്കാരിന് പോലും അൽഗോരിതം നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണം, അതുമില്ലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എങ്ങനെ കൺട്രോൾ ചെയ്താലാണ് ഈ ഒരു ജനറേഷൻ നമ്മളെ കൺട്രോളിൽ എത്തുക എന്നുള്ളതാണ്. കാരണം അൽഗോരിതം വളർത്തിയ മക്കളെ അൽഗോരിതത്തിലൂടെ തന്നെ നമുക്ക് തിരിച്ചു പിടിക്കണം, അല്ലെങ്കിൽ അവരെ നമ്മളെ ആശയത്തിലോട്ട് എത്തിക്കണം എന്നുള്ളതാണ്. പക്ഷേ അമേരിക്കയിൽ ഇത് എപ്പോഴും സക്സസ് ആയിട്ടില്ല. കാരണം അവിടെ ഇതൊക്കെ ഒരു ഇതെല്ലാവരും കണ്ടു കഴിഞ്ഞു. പിന്നെ ഈ തന്ത്രങ്ങളും അവർക്കറിയാം. അൽഗോരിതം മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ ജനറേഷൻ ഒരു ഇതെല്ലാവർക്കും അറിയാം. കാരണം അൽഗോരിതം എന്താണെന്ന് അറിഞ്ഞ ആൾക്കാരാണ് അവർ. അവർക്കറിയാം ഇതെന്താ മാനിപ്പുലേഷൻ ടാക്ടിക്സ് അവരോട് കണ്ടു വളർന്നതാണ്. ഒരു കുറേ കൂടി പ്രായം ചെന്ന ആൾക്കാരെ പറ്റിക്കുന്ന പോലെ അൽഗോരിതം മാറ്റി ഇവർ പറ്റിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഒരു വീഡിയോ പോലും എക്സിൽ വന്നില്ലെങ്കിലും ചർച്ചകൾ പോയി നോക്കിയാൽ അറിയാം, ബഹുഭൂരിപക്ഷം ഇയാളുടെ, അതായത് നെതന്യാഹുവിൻ്റെ സ്വന്തം പോസ്റ്റിൻ്റെ അടിയിൽ പോലും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റുകൾ പലപ്പോഴും ഈ യുവാക്കളുടെ ഇവർക്കെതിരെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾക്കാണ്. ഇപ്പോഴത്തെ അങ്ങനെ ഒരു വാർത്തയിൽ ഭയങ്കര രസകരമായ ഒരു സാധനം ഉണ്ട്. ഇന്നലെ അമേരിക്കൻ മാധ്യമപ്രവർത്തക തെറിയ വിളിച്ചതായിരുന്നു അതിലേറ്റവും കൂടുതൽ നെതന്യാഹുവിൻ്റെ പോസ്റ്റിനെക്കാട്ടിയും കൂടുതൽ ലൈക്ക് അതിനെ കിട്ടിയത്. അപ്പോൾ ഇവരുദ്ദേശിക്കുന്ന തന്ത്രങ്ങൾ പലപ്പോഴും ഫലിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ സെൻസർഷിപ്പ് അത്യാവശ്യം സ്ട്രിക്റ്റ് നിയമങ്ങളുണ്ട്. ജസ്റ്റ് ഒരു റിപ്പോർട്ട് പോയാൽ തന്നെ പോസ്റ്റ് ടേക്ക് ഡൗൺ ചെയ്യാൻ നിയമപരമായ കുറേ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് ഇപ്പോൾ ചെറിയ തോതിൽ നിയന്ത്രണം നടക്കുന്നത്. ഇത് ഈ ജനറേഷൻ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് ഇവരാരും തിരിച്ചറിയാത്തത്. ഇവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പണ്ട് നമ്മൾ ഒരു പ്രസ്താവനയിലൂടെ അങ്ങനെ അല്ല ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്ന ഒരു ജനത ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവനയിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാക്ടിക് ഉപയോഗിച്ചാൽ അത് തന്ത്രമാണ്, മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ശ്രമമാണെന്ന് മനസ്സിലാകുന്നൊരു ജനറേഷനാണ് വളർന്നു വരുന്നത്. ഈ ജനതയെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നം തന്നെയാണ്. ഒരു രാജ്യത്തിൻ്റെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിനെ പോലും മാറ്റിമറിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലൊക്കെ ശ്രമിച്ചാലും ഞങ്ങൾക്കറിയാം ഇതിനെങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നാണ് ഇപ്പോൾ ശരിക്കും ജെൻസി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതും. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പുറത്തുണ്ടെങ്കിലും ജെൻസിയിലുള്ള ഇവരനുഭവിക്കുന്ന കുറേ പ്രോബ്ലംസിലുള്ള ഒന്നാണ് ശരിക്കും ഭയങ്കര ഓവർ സ്ട്രെസ്സുകൾ അവർക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങൾ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ടേം നമ്മൾ കേൾക്കുന്നതാണ്. പെട്ടെന്നുള്ള റിസൾട്ടുകൾ വേണം. അതുകൊണ്ട് തന്നെ ഈ അറ്റൻഷൻ സ്പാന് ജനതയിൽ കുറവാണ്, പേഷ്യൻസ് കുറവാണ്, ഒക്കെ അവരെ ഒരു പ്രോബ്ലം തന്നെയാണ്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ക്വിക്കായിട്ട് എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും അവർ ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വർക്കാവുന്നത്. അതിനുള്ള കുറേ സമയം എടുക്കണില്ല. ഇവർ ചില പോസ്റ്റുകൾ ഇടുന്നു, ആ പോസ്റ്റുകൾ പെട്ടെന്ന് റീച്ച് ആവുന്നു, അതിലേക്ക് അവരെത്തിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവരെ ലൈഫിൽ തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫൈനാൻഷ്യലി അവർ ഒന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പോൾ EMI പോലുള്ള അല്ലെങ്കിൽ ലോണ് കാര്യങ്ങളൊക്കെ അവർ എടുത്തിട്ട് പിന്നെ അത് തിരിച്ചടക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യത്തിൽ അവരനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൂയിസൈഡ് അറ്റംപ്റ്റുകളൊക്കെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ UN-ൻ്റെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു വന്നപ്പോൾ അതിൽ പ്രതിവർഷം 7,20,000 ആളുകൾ പ്രതിവർഷം സൂയിസൈഡിലൂടെ മരിക്കുകയാണ്. അതിൽ തന്നെ നല്ലൊരു ശതമാനം സ്റ്റുഡൻസാണ്, വിദ്യാർത്ഥികളാണ്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന അതിൻ്റെ കുറേ കാരണങ്ങൾ തന്നെ WHO പുറത്തു വിടുന്നുണ്ട്.
ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് അവരിൽ അത് ഉണ്ടാവുന്നത്. അപ്പോൾ അതിലൊന്നാണ് ഈ പറയുന്ന ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള പ്രയാസങ്ങൾ, ലവ് അഫെയറുകൾ, കാര്യങ്ങൾ, ബ്രേക്കപ്പ്. അതിലൊന്നാണ് ഈ ഫൈനാൻഷ്യൽ ക്രൈസിസ്. കാരണം പെട്ടെന്ന് റിസൾട്ട് വരണം. അപ്പോൾ അവർ EMI പോലുള്ള കാര്യങ്ങൾ, ക്രെഡിറ്റ് കാർഡ് പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ ഇതിനെ സർവൈവ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ അതിനെ മുന്നോട്ടുണ്ടോയെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് അവരനുഭവിക്കണ ഫൈനാൻഷ്യൽ ക്രൈസിസ് കാരണം അവർ വേഗം എന്ത് ചെയ്യണം, പോയിട്ട് സൂയിസൈഡുകളിലേക്കൊക്കെ ചിന്തിക്കുന്നൊരു സാഹചര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നൊരു ഏരിയ ഈ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഭയങ്കര സ്ട്രെസ്സാണ് അതിൽ. അവർ വളരെ യങ് ഏജിൽ തന്നെ എന്താണ് ഈ EMI പോലത്തെ സംവിധാനങ്ങളിലേക്ക് കടത്തിലോട്ട് മുങ്ങാണ്. അതായത് സമ്പാദിക്കുന്നതിന് മുമ്പേ, സമ്പാദ്യത്തിൻ്റെ ഒരു പ്രായമാവുന്നതിന് മുമ്പേ തന്നെ അവർ കടക്കണിയിൽ മുങ്ങാണ്. ഇങ്ങനെ ഒരു സംഭവം ജനറേഷനിൽ വല്ലാണ്ട് ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഈ EMI കൊടുക്കുന്ന ആപ്പുകൾ ഒരുപാട് വന്നു, പെട്ടെന്ന് പണം കിട്ടുന്ന സംവിധാനങ്ങൾ കുറേ വന്നു. അപ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ മുൻ തലമുറകളിലൊക്കെ എന്താണ് നമുക്കൊരു EMI പോലത്തെ ഒരു സംവിധാനം പലപ്പോഴും ആവശ്യം വരിക. കല്യാണമൊക്കെ കഴിഞ്ഞ് ഫാമിലി ആയിട്ട് സ്വന്തമായി വീട്ടിലോട്ടൊക്കെ മാറുമ്പോൾ അവിടെ ഫ്രിഡ്ജ് വാങ്ങാൻ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങാൻ അങ്ങനത്തെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് റോൾ ചെയ്യാൻ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് EMIയിലോട്ട് പോവാം. ഇങ്ങനെയായിരുന്നു EMIയുടെ കടന്നു വരവ് തന്നെ ഗൃഹോപകരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. പക്ഷേ പിന്നെ സംബന്ധിച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൊബൈൽ ഫോൺ മുതൽ എല്ലാ സാധനങ്ങളും ആമസോണിലും പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും EMI സംവിധാനങ്ങളുണ്ട്, ആപ്പുകളുണ്ട് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എടുക്കുന്നതിലൂടെ പണി എളുപ്പമാകുമല്ലോ എന്നാണ് അവർ വിചാരിക്കുക ലോജിക്കലി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇവർ മാസം 10,000, 5,000, 10,000, 15,000 ഒക്കെ വീതം വെച്ച് കൊടുക്കണതിന് പല കാര്യങ്ങളും. ഇപ്പോൾ ഫോൺ എടുക്കുന്ന പിള്ളേർ പലപ്പോഴും ഏറ്റവും ചെറിയ ഫോണെല്ലാം എടുക്കുക. ഈ ഒരു ഓപ്ഷനിലുണ്ടെങ്കിൽ അത്യാവശ്യം വില കൂടിയ ഫോൺ തന്നെ എടുക്കും. അത് അടയ്ക്കാൻ വേണ്ടി ഇവർ തന്ത്രപ്പാടിലോട്ട് പോവുകയാണ്. പല കുട്ടികളും ക്വിക്ക് മണി പിന്നെ ഉണ്ടാക്കേണ്ടി വരും. അത് ചിലരൊക്കെ ഈ ഡ്രഗ് ട്രാഫിക്കിങ്ങിലോട്ട് പോകും. അവർ അതിൽ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, അവർ ഉപയോഗിക്കുന്ന പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് അവർക്ക് പണം കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ നോക്കും. കറക്റ്റാണ്. ഇപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്ത സ്കൂളിൽ എൻ്റെ കൂടെ അവിടെ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന കുറേ കേസുകളിൽ ഈ പറയുന്ന സ്ട്രെസ്സും കാര്യങ്ങളും വന്ന കുട്ടികളുണ്ട്. അതിൽ വരുന്നതിൻ്റെ അവർ ഈ ഡ്രഗ് മാഫിയകളിലൊക്കെ പെട്ടുപോകുന്നതിൻ്റെ കാരണമുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ പൊക്കുന്നു, നാട്ടിലാകെ പ്രശ്നമാവുന്നു, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൊക്കെ അത് പുറത്തു വരുന്നു അവരെ ഫോട്ടോ സഹിതം. അതിൻ്റെയൊക്കെ ഒരു കാരണം പറയുന്നത് ഇവരാരും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരല്ല. പക്ഷെ എങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ അവർക്ക് നല്ല ഇനം എന്തെങ്കിലും ഒരു ബൈക്ക് വാങ്ങിക്കണം അല്ലെങ്കിൽ കാർ വാങ്ങിക്കണം. ഫ്രണ്ട്സ് കുറച്ച് പേര് കൂടിയിട്ട് ഒരു കാർ എടുക്കാൻ നോക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യണം, ഒരു iPhone 17 Pro Max ഇറങ്ങുമ്പോൾ അത് പെട്ടെന്ന് വാങ്ങിക്കണം. അപ്പോൾ അതിന് ഫൈനാൻഷ്യലി ചിലപ്പോൾ അത്ര തന്നെ ഇതുള്ള ഒരാളായിക്കൊള്ളുന്നില്ല ചിലപ്പോൾ പാരൻസ് ഒന്നും. അപ്പോൾ പിന്നെ വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല. പിന്നെ പെട്ടെന്ന് പൈസ കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ നോക്കുമ്പോൾ അത് ഈ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലൂടെ ആയിരിക്കും. അപ്പോൾ ക്യാമ്പസുകളിൽ അവർ കൊടുക്കും. ചിലപ്പോൾ അത് അവർ യൂസ് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ പോയാൽ കുറച്ച് പൈസ പെട്ടെന്ന് ഉണ്ടാക്കാം എന്ന് മനസ്സിലാവണം. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരു കുട്ടി, ചെറിയ മോളാണ്, അവളെന്നെ എൻ്റെ അടുത്ത് പറയണേ നല്ല പഠിക്കാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു. പക്ഷെ പറയണ എനിക്ക് പഠിക്കാൻ എന്താണെന്നറിയില്ല, ഇപ്പോൾ കഴിയണില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ബിസിനസ് മൈൻഡ് വരികയാണ്. അപ്പം നല്ലോണം വരക്കുകൾ, നന്നായിട്ട് വരക്കും, ചെറിയ പ്രായത്തിൽ തന്നെ നന്നായിട്ട് വരക്കും. അപ്പോൾ അവർ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങുകയാണ്, ഞാനൊരു കാര്യം ചെയ്താൽ ഒരു ബ്രാൻഡ് നെയിമൊക്കെ ഇട്ടിട്ട് പറയുമ്പോൾ ജെൻസിൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്നുള്ളതൊന്നും അവർ ഇവിടുന്ന് വായിക്കുന്ന കേൾക്കൊന്നുമില്ല. പക്ഷെ അവരെ ഒരു രീതിയാണത്. ഒരു പറയണത് ഞാനൊരു ബ്രാൻഡ് നെയിമൊക്കെ ഇട്ടിട്ട് സ്വന്തമായിട്ട് ഞാൻ ഇങ്ങനെ വരച്ചു തുടങ്ങിയാലോ, എന്നിട്ട് ഞാനത് കച്ചവടം ചെയ്യാം, അങ്ങനെ എനിക്ക് ബിസിനസ്സിലേക്ക് തിരിയണം, ഇപ്പം തന്നെ പൈസ ഉണ്ടാക്കണം, എന്നിട്ട് പൈസ ഉണ്ടാക്കിയിട്ടൊരു വീട് വെക്കണം. പെട്ടെന്ന് ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ അവർ ചിന്തിച്ചത്. ചെറിയ മക്കളാണ് ഞാൻ ഈ പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ സമ്പാദിക്കുന്നതിന് മുമ്പ് പാരൻസ് കനിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫോണോ വണ്ടിയോ അല്ലെ ബന്ധുക്കൾ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും വേണം. ഇതില്ലാണ്ട് ഈ പരിപാടി നടക്കൂലായിരുന്നു. പക്ഷെ ഇപ്പം ആ സിസ്റ്റം ഇല്ല. ഇടയിൽ കുറേ കമ്പനികൾ വന്നു, ഞങ്ങൾ നിങ്ങൾക്ക് തരാം, സിമ്പിൾ പരിപാടിയാണ്, ആപ്പിൽ ഇത് ചെയ്താൽ മതി എന്നിട്ട് കുറേ സംവിധാനങ്ങൾ വന്നു. ഒന്നാമത് ഈ സംവിധാനങ്ങൾ മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ സംവിധാനം വന്നുകൊണ്ട് തന്നെ ഈ സംവിധാനം എങ്ങനെ നാവിഗേറ്റ് ചെയ്യണമെന്ന് അവർക്ക് അറിയുന്നില്ല. കാരണം അത്രയും ഭയങ്കര ഓഫറാണ് അവർ കൊടുക്കുക. കയറി കഴിഞ്ഞാലാണ് ഇതിൻ്റെ ട്രാപ്പ് പെട്ടുപോകുന്നപ്പോഴാണ് പിന്നെ അവർക്ക് വഴി ഉണ്ടാവില്ല. ആ വഴിയിൽ അവരെ സഹായിക്കാൻ ചിലപ്പോൾ പാരൻസിനോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ പോലും ചിലപ്പോൾ പറ്റൂല. അപ്പോൾ അവർ പിന്നെ എന്തെങ്കിലും വഴികൾ തേടാൻ വേണ്ടി കിട്ടാവുന്ന എല്ലാ മാർഗ്ഗങ്ങളും ശ്രമിച്ച് നോക്കും. അപ്പോൾ ഇതിൽ എന്താണ് ഈ EMI കടവ് മാത്രമല്ല, ഞാൻ പറയുന്നത് മൊത്തത്തിൽ എല്ലാ അർത്ഥത്തിലും അവർക്ക് ബർഡൻ കൂടുതലാണ്. ലൈഫ് എക്സ്പെൻസിൻ്റെ കേസിൽ വളരെ ബർഡൻ കൂടുതലാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മൾ
ഇപ്പോൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് റീൽസ് ലൈഫ് വേഴ്സസ് റിയൽ ലൈഫ് എന്നുള്ളത്. ശരിക്കും നമ്മളെപ്പോഴും പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മൾ കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അറിയണമുണ്ട് ഇപ്പോൾ. കാരണം ഈ ഇപ്പോൾ കപ്പിൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഡെയിലി റുട്ടീൻസ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന പല കപ്പിൾസും അല്ല ഒറിജിനലുള്ളത്, അവരുടെ റിയൽ ലൈഫിലുള്ളത്. അതേപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല പലതും. ഇപ്പോൾ ഡ്രഗ്സിനെതിരെ പറയുന്നു, ഡ്രഗ്സിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നു, നമ്മളിപ്പുറത്ത് ഡ്രഗ്സിൽ മാഫിയയിൽ ലോക്കായി പോകുന്ന ആളുകളെ കാണുന്നു. അപ്പോൾ ഇത് കുട്ടികൾ ഭയങ്കരമായിട്ട് സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. ഞാനത് നേരത്തെ പറഞ്ഞത്, ഇവർ ഉപരിപ്ലവമായിട്ട് പെട്ടെന്ന് കാര്യങ്ങളെ കാണുന്നു, അവരുടെ ലൈഫ് ഫുള്ളി എൻജോയ്മെൻറ്റിലാണ് പോണത്. അപ്പോൾ നമുക്കും അങ്ങനെ എൻ്റർടൈൻ ചെയ്യാം. അപ്പോൾ അതിലൊരു മെയിൻ കാരണമായിട്ട് വരുന്നത് പൈസയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുക. അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ലോണാണ് കിട്ടുന്നത്. അപ്പോൾ ലോൺ എടുക്കാൻ പറ്റൂല്ലേ, അതിന് ഇൻട്രസ്റ്റ് വരും, ഇൻട്രസ്റ്റ് വന്നാൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇനി ഇതെങ്ങനെ തിരിച്ചടക്കും, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്ത പോകില്ല. ഒരേ മൈൻഡ് സെറ്റുള്ള ഒരു 3-4 ആളുകൾ കൂടെ നിന്നിട്ട് ഊർജ്ജം കൊടുക്കുകയാണ്, എടാ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് എങ്ങനെയാണ്, അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ്, ഇതൊന്നും ചിന്തിക്കണില്ല. പല സ്റ്റാർട്ടപ്പുകളും തുടങ്ങിയിട്ട് പിന്നെ അവസാനം നാട് വിടേണ്ട അടുത്തേക്ക് വരെ എത്തിപ്പോകുന്നൊരവസ്ഥ ഉണ്ട്. അതെ, ഇത് വളരെ ഏർലി ഏജസിൽ നടക്കുന്നുള്ളതാണ് ചെറിയ. മറ്റേയൊക്കെ കുറേ സമയമെടുത്ത് പ്രായം എത്തുമ്പോഴാണ് ഇങ്ങനത്തെ ട്രാപ്പിലോട്ടൊക്കെ വരിക. കാരണം ഒന്നാമതൊരു സേഫ്റ്റി നെറ്റ് മുമ്പത്തെ ജനറേഷൻ ഉണ്ടായിരുന്നു. അതായത് അഡ്വൈസ് ചെയ്യും നമ്മൾ സുഹൃത്തുക്കൾ എന്ത് ചെയ്യും, നമ്മളെ തടിയും, ചിലപ്പോൾ തല്ലും. എൻ്റെയൊക്കെ സുഹൃത്തുക്കൾ അല്ല ആ ഏജിൽ ഞാൻ ഒരുപാട് കണ്ടുള്ള സാധനം നമ്മൾ ഫോഴ്സ്ഫുള്ളി ബ്ലോക്ക് ചെയ്യും. വേണ്ടാത്ത പണിക്ക് നിൽക്കരുത് എന്നിട്ട് പിടിച്ചു നിർത്തും നമ്മളെ. അപ്പോൾ ഇന്നത്തെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്, പലപ്പോഴും ഫ്രണ്ട്സ് ആയ പോലും ഡേഞ്ചർ കണ്ടാൽ പോലും തടയാനൊരു മടിയുണ്ട്. മൈ റൂൾസ് മൈ ലൈഫ് എന്നൊക്കെ ഉള്ളൊരു മൂഡാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ഥലത്ത് ഞാൻ എന്തിനാണ് അവൻ്റെ ഒരു തീരുമാനത്തെ നമ്മൾ തടസ്സപ്പെടുത്തുന്നത്, ഈ ഒരു ചിന്ത ഞാൻ ഒരു പാറ്റേൺ പോലെ തന്നെ ഒബ്സർവ്. ഇതൊക്കെ എൻ്റെ ഒബ്സർവേഷൻസ് ആട്ടോ, ഞാനവിടെ സയൻറ്റിഫിക് റിസർച്ചിനെ വെച്ച് എൻ്റെ ഇല്ല, നമ്മൾ കണ്ടു ശീലിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ കറക്ഷൻസ് ഭയങ്കരമായിട്ട് നടക്കൂല. പിന്നെ അഡ്വൈസ് ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, കുറച്ചും കൂടെ മുതിർന്ന ആൾക്കാരാണ്. അവരിങ്ങനെ ചതിക്കുള്ളിൽ വീണെണീച്ച് വന്നേക്കാണ്. പക്ഷെ അവരൊക്കെ തന്തവൈബായി മാറി. ഈ തന്തവൈബായുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ തന്തവൈബുള്ള ആൾക്കാർക്ക് അവരുടെ ജീവിതാനുഭവം പറഞ്ഞു കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. കാരണം പറയുമ്പോൾ തന്നെ തന്തവൈബ് തീർച്ചയായിട്ടും ഓൾറെഡി എത്തിപ്പോയി. അവരങ്ങനെ ഒരു അണ്ടർലൈൻ വരച്ചിട്ടുണ്ട്. അവരെ നമുക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, അവർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയുന്ന ടേംസും കണ്ടീഷൻസും ഒന്നും അവർക്ക് അറിയില്ല. അതെ, അപ്പോൾ ആ ഒരു മോഡുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള മോഡിൽ അതിന് എന്താണ് ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ടൊരു പ്രതിസന്ധിയാണിത്. എങ്ങനെ ഈ ലൈഫ് നാവിഗേറ്റ് ചെയ്യുന്നതിലൊക്കെ നമ്മളൊക്കെ എങ്ങനെ പഠിക്കൽ, മുൻപ് നമ്മളെ ഈ ലൈഫിലൂടെ നടന്നു പോയ ആൾക്കാർ വാർണിങ്സ് തരും, ഇങ്ങനെ പ്രശ്നമുണ്ട്, അത് ചെയ്യരുത്, അത് ചെയ്ത് ഇങ്ങനെയാവും. അങ്ങനെ കുറേ കണ്ടതുണ്ടാവും, റിയൽ ലൈഫിൽ കണ്ടതുണ്ടാവും. പലരും റിയൽ ലൈഫിൽ കാണുന്നത് പോകുന്നത് കുറവാണ്, എല്ലാം നമ്മൾ റിയൽ ലൈഫിലൂടെയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അഡ്വൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്നത് തന്നെ ഇപ്പോൾ മൊത്തത്തിലൊരു മോശം പരിപാടിയാണ്. അപ്പോൾ അപ്പോൾ അത് നിങ്ങളാരാ മറ്റുള്ളവരെ പറയാൻ എന്നുള്ളൊരു കൺസെപ്റ്റ് എല്ലാവർക്കും ഉള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യകൊലം ഇത്രയും കാലം ജീവിച്ചതെന്നുള്ള ലോജിക്കാരും വരുന്നില്ല. അത് മൈ റൂൾ മൈ ലൈഫ് അങ്ങനത്തെ ഒരു തോട്ടിലോട്ട് മാറിപ്പോണം. കേൾക്കാൻ നല്ല രസമാണ്, പക്ഷെ അവസാനം കുടുങ്ങി കഴിയുമ്പോൾ എന്താണ്, മുന്നിൽ ജീവിതം ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഘട്ടത്തിൽ ഇവർക്ക് വേറെ വഴി മുന്നിൽ തുറന്നു കിട്ടുന്നില്ല. അവരായിട്ട് തന്നെ ഉണ്ടാക്കിയ റൂളിൽ അവർ തന്നെ ലൈഫ് കൊണ്ടുപോയിട്ട് പലപ്പോഴും സ്റ്റക്കായി പോകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ പോയിക്കൊണ്ടത്. അപ്പോൾ ഈ പ്രയാസങ്ങൾ പലപ്പോഴും പാരൻസോ അവരെക്കാട്ടി പ്രായമുള്ള ആൾക്കാർ തിരിച്ചറിയുന്നില്ല. ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനത്തെ കുറേ അവരുടെ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും അവരുടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചർച്ച കിട്ടും. ഇപ്പോൾ ഓഷ്കർക്ക് നമുക്ക് ശരിക്കും ഇവരെങ്ങനെയാണ് ഇപ്പോൾ പാരൻസ്, ടീച്ചേഴ്സ് ഇവരെ ഡീൽ ചെയ്യാൻ വലിയൊരു പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പല ടീച്ചേഴ്സും പറയണത്, ഇപ്പോൾ നമ്മളെപ്പോഴും പറയും ടീച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മെൻറ്റർ ആവണം. ഒരു ടീച്ചിങ് എന്നുള്ളൊരു പ്രൊഫഷനിൽ മാറിയിട്ട് നിങ്ങൾ ശരിക്കും ഒരു മെൻറ്ററായി പ്രവർത്തിക്കണം. അപ്പോൾ ടീച്ചേഴ്സിന് എങ്ങനെയാണ് ഇവരെ ഹാൻഡിൽ ചെയ്യേണ്ടത് മനസ്സിലാവണില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ EI എന്ന് പറയുന്ന ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു സാധനം ഇപ്പോൾ സിലബസുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പെർട്ടിക്കുലർ ആയിട്ടുള്ള ടീച്ചേഴ്സ് വരെ ഇന്നുണ്ട്. ഇപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ EIക്ക് ടീച്ചേഴ്സ് ഉണ്ട്. അവരൊരു ക്യാബിനും ഒരു ഓഫീസും ചെയറൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ ഉണ്ടാവും. പഠിക്കാൻ കഴിയാത്ത കുട്ടികളുടെ റീസൺ
ക്ലാസ്സിൽ ഭയങ്കര ഇൻട്രോവേർട്ടായി പോകുന്ന കുട്ടികൾ എന്തുകൊണ്ട് അവരങ്ങനെ ആവുന്നില്ല? അപ്പോൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 50 കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ ഒരു കുട്ടി പഠിച്ചില്ലെങ്കിൽ ടീച്ചർ ഭയങ്കരമായിട്ട് പ്രയാസം കൊള്ളുകയാണ്, ആ കുട്ടീനെ അടിച്ച് പഠിപ്പിക്കാൻ നോക്കുകയാണ്. ഇന്നൊരു കുട്ടി ഇൻട്രോവേർട്ടായിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ടീച്ചർ നിർബന്ധമായിട്ട് അന്വേഷിച്ചോളണം എന്തുകൊണ്ട് ആ കുട്ടി അങ്ങനെ ആവുന്നു. അല്ലെങ്കിൽ സ്കൂളിൽ അതിനു വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടൊരു ടീച്ചർ അന്വേഷിക്കണം എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്തത്. അതിൻ്റെ റീസൺ അന്വേഷിച്ച് പോകുമ്പോൾ നല്ല പൊട്ടൻഷ്യലും സ്കില്ലുള്ള കുട്ടിയായിരിക്കും, പക്ഷെ പഠിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഒരു പക്ഷേ വീട്ടിലെ സാഹചര്യമായിരിക്കും, അപ്പോൾ വീട്ടിലെ സമ്മർദ്ദമായിരിക്കും, കുട്ടിക്ക് കിട്ടേണ്ട കുറേ പരിഗണന, കാര്യങ്ങൾ, സ്നേഹം ഇതൊക്കെ ഉണ്ടാവും. അത് പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ടാവില്ല. കാരണം പാരൻസ് നല്ലൊരു ശതമാനം ഈ പറഞ്ഞ പോലെ തന്നെ അവർ പുറത്ത് ജോലിയാണ്, വന്നാൽ തന്നെ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ കേട്ടെടുക്കുന്നില്ല. അപ്പോൾ കുട്ടികൾ ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ടായി പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ എങ്ങനെ ഡീൽ ചെയ്യണം? പാരൻസിന് ഈ മക്കളിൽ ഉണ്ടാകുന്ന ഈ ചേഞ്ചുകൾ ഇതിനെങ്ങനെ ട്രാക്ക് ചെയ്യണം? ഇതിനെങ്ങനെയാണ് നമ്മൾ ഇതിന് സൊല്യൂഷൻ കൊടുക്കുക? അവരെങ്ങനെയാണ് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുക? ഈ ഒരു ഇതിന് ശരിക്കും ഒരു സൊല്യൂഷനും കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട. ഇതിൻ്റെ മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം പലരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ. ആദ്യം നമ്മൾ ഇഷ്യൂസ് മനസ്സിലാക്കുക എന്നുള്ള സ്റ്റേജിലാണ് എനിക്ക് തോന്നുന്നത് നമ്മളുള്ളത്. കറക്റ്റ് അതാണ് വേണ്ടത്. അതാണ് ഇഷ്യൂസ് മനസ്സിലാക്കിയാലും സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ ഒന്നാമത് ഈ ഡിസ്കണക്ട്, എന്തുകൊണ്ട് അവരിങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള സംഭവം, അല്ലെങ്കിൽ അതുപോലെ പാരൻസ് എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഒരു ഐഡിയ കിട്ടണം. ഇതിപ്പോൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് അങ്ങനെ എല്ലാ ഐഡിയയും കിട്ടണമെന്നില്ല. ഇല്ല. അപ്പോൾ സ്റ്റിൽ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കിയാലേ നമുക്കത് പരിഹരിക്കാൻ ഉള്ള കുഴപ്പമുണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ നോക്കുന്നൊരു സംഭവം, ഇപ്പോൾ മക്കളെ ചെറുപ്പകാലം മുതലേ ഞാൻ അത്യാവശ്യം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും. പൊതുവെ മക്കൾക്ക് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത് ആർക്കും ഇഷ്ടമല്ല, പാരൻസിന് ഇഷ്ടമുള്ള കേസല്ല. അവർ തുള്ളിച്ചാടി നടക്കട്ടെ, ഓടി നടന്ന് ഇതാക്കട്ടെ എന്നുള്ള മൂടുണ്ടാവും. ഞാൻ അതിനും വിടും, എന്നാൽ റെസ്ട്രിക്ഷനും വെക്കും. അങ്ങനെയാണ് ഞാൻ പൊതുവെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്ക് അതിനുള്ള ഫ്രീഡം കിട്ടും, അവർക്ക് അത്യാവശ്യം തുള്ളിച്ചാടും. പക്ഷെ എന്നാലും ഒരു ഘട്ടം കഴിഞ്ഞാൽ പറയും. എന്നിട്ട് അവരത് പറയലുണ്ട്, സംസാരിക്കലുണ്ട്. കുട്ടികൾ അവരെ ലാംഗ്വേജ് തന്നെ പറയലുണ്ട്, ഇതിങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ഉപയോഗിക്കും ചില ഘട്ടങ്ങളിൽ. ഈ ഫോഴ്സ് ഉപയോഗിക്കാൻ വിട്ടുപോകുന്നൊരു സംഭവമുണ്ട്. അത് ചെറുപ്പം വല്ല ശീലിപ്പിക്കണം. ഏത് ഞാൻ പറയുന്നത് ക്രൂരത ചെയ്യാനല്ല, തടയേണ്ട അടുത്ത് തടയുക, നോ പറയേണ്ടത് നോ പറയുക എന്നുള്ള സംഭവമുണ്ട്. അത് പറയാൻ കുട്ടികളുടെ അടുത്ത് മടിക്കുന്നത് കൊണ്ട് എന്താവും, വളർന്നു വരുമ്പോൾ ഒരു ഘട്ടത്തിൽ ഒരു നോ പറഞ്ഞാൽ അവർക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ബൗണ്ടറി നിശ്ചയിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ഈ കൂട്ടുകുടുംബത്തിൻ്റെ പ്രശ്നം പറഞ്ഞാൽ കൂട്ടുകുടുംബം ഇല്ലാതായതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പാരൻസ് ജോലിക്ക് പാരൻസായിട്ട് തെറ്റിന്ന് വിചാരിച്ചോ, അല്ല ഉമ്മാരുടെ അടുത്ത് അടി കിട്ടി, അച്ഛൻ്റെ അടുത്ത് അടി കിട്ടി, അങ്ങനെ എന്താ സംഭവം ഉണ്ടെന്ന് വിചാരിച്ചു, വേറെ ആൾ സപ്പോർട്ടിന് ഉണ്ടാവും. ഗ്രാൻഡ് പാരൻസ് ഉണ്ടാകുമ്പോൾ, അമ്മാവന്മാരുണ്ടാകുമ്പോൾ, അതായത് ഇവർ കരഞ്ഞോണ്ട് പോകാനല്ല, സമാധാനിപ്പിക്കാൻ അപ്പുറത്ത് കൊണ്ടിട്ട് മിഠായി വാങ്ങി കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഇങ്ങനെയാണ് സൊസൈറ്റി വളർന്നു വന്നത്. എന്നുവെച്ചാൽ ഒരു കുട്ടീനെ വളർത്തൽ ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല, ഒരു നാടിൻ്റെ മൊത്തം ഉത്തരവാദിത്വം പോലെയായിരുന്നു ഒരുപാട് കാലം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പുറത്തിറങ്ങി എന്ത് ചെയ്താൽ പോലും, തോന്നിയ ദിവസം ചെയ്താലും അത് വീട്ടിലെങ്ങനെയും എത്തും. കാരണം എല്ലാം വീടുമായിട്ട് കണക്ട് ചെയ്ത മനുഷ്യന്മാർ അങ്ങോട്ട് കണക്റ്റഡ് ആണ്. ഇന്നത്തെ കാലത്ത് അതറിയില്ല, കാരണം ഇന്നത്തെ ചെയ്യുന്ന പ്രശ്നങ്ങൾ മൊത്തം ഓൺലൈനിലാണ്. അപ്പോൾ നാട്ടുകാർ പോയിട്ട് ആരും അറിയുന്നില്ല, പാരൻസും അറിയുന്നില്ല, ആരും അറിയുന്നില്ല. ജെൻസിൻ്റെ പ്രോബ്ലംസ് അറിയണത് പലപ്പോഴും ഈ ഒരു ജനറേഷൻ സെഡിലുള്ള ഈ ജെൻസിയിലുള്ള ആളുകൾ തന്നെയാണ്. പിന്നെ ഇനി അപ്കമിങ് ജനറേഷൻ ഉണ്ട് വരുന്ന അവരിതിനേക്കാളും ഒരു പക്ഷേ പ്രയാസത്തിലേക്കായിരിക്കും വരിക. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഇങ്ങനത്തെ മോട്ടിവേഷണൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ പാരൻറ്റ് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അവിടെ ഉള്ള ഒരു +2 ലെവലുള്ള കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട്, ബ്രെയിൻ റൂട്ട് ക്യാരക്ടേഴ്സിനെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ സംസാരിക്കും, ഇറ്റാലിയൻ ബ്രെയിൻ റൂട്ട് ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. അപ്പോൾ അതിൽ ഈ +2, 10ാം ക്ലാസ്, +2 ഡിഗ്രി ലെവലിലുള്ള കുട്ടികളെക്കാൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കുന്നതും പറയണതും അവിടെയുള്ള 4ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് ഇത് പറയുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് പാരൻസിന് ബമ്പാഡിലോ ക്രൊക്കോഡിലോ ടുണ്ടുണ്ടും സഹൂർ ഈ സാധനമൊന്നും എൻ്റെ കുട്ടി കാണണ്ട പറയണ്ട എന്ന് പറഞ്ഞെടുക്കാൻ പോലും പാരൻസിന് അറിയില്ല. ഇത് പിന്നെ അറിയുന്ന ആരാ? ഈ ജനറേഷൻ സെഡിലുള്ള ആളുകളാണ്. അപ്പോൾ ഇവരിതിൻ്റെ പ്രോബ്ലം ഒന്ന് മനസ്സിലാക്കണം. ഇവർ വേണം എന്ത് ചെയ്യാൻ, ഇനി വരുന്ന ഒരു അപ്കമിങ് ജനറേഷനെ ഗൈഡ് ചെയ്യാൻ. അപ്പോൾ എന്താവില്ല, ഗ്യാപ്പ് വരില്ല, പ്രയാസം വരില്ല, ഒരു ഉപദേശം അമ്മാവൻ അമ്മായി ആണെന്നുള്ള ഫീലൊന്നും വരില്ല. ഞാൻ എപ്പോഴും പറയുന്നത്, ഈ ഷോ കാണുന്ന ഈ ചർച്ച കാണുന്ന വിദ്യാർത്ഥികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വേണം ഇനി എന്ത് ചെയ്യാൻ, ഇതിൻ്റെ പ്രോബ്ലംസ് മനസ്സിലാക്കിയവരാണ് നിങ്ങൾ. നിങ്ങൾ വേണം ഇനി വരുന്നൊരു ജനറേഷനെ ഗൈഡ് ചെയ്യാൻ, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഗൈഡ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവണം എന്നാണ് എനിക്ക് പറയുന്നത്. എനിക്ക് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കൊരു പോയിന്റ് എത്തിയത്, അല്ല ഈ ബ്രെയിൻ റോട്ടിൻ്റെ ഇപ്പോൾ ജെൻസിൻ്റെ ഡി നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പം വരുന്ന ഈ ബ്രെയിൻ റോട്ട് സംഭവം, അതിന്റെ ബ്രെയിൻ റോട്ടിന്റെ മീനിങ് എന്താണ്? റോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ചെയ്യുക. അത് എന്താണ്? അപ്പൊ ബ്രെയിൻ റോട്ട്
ഒരു ട്രെൻഡായിട്ടുള്ളത്. അത് വളരെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ, അതായത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മൾ മറ്റേ മുതിർന്ന ആൾക്കാർ ജെൻസിനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ജെൻസി അനുഭവിക്കാൻ പോകുന്ന അടുത്ത പ്രശ്നം ഇനി വരാൻ പോകുന്ന ജനറേഷനിൽ ഇങ്ങനത്തെ ട്രേറ്റ്സ് ആയിരിക്കും. കാരണം പലപ്പോഴും അവർ പോലും ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെപ്പറ്റി ഒന്നൊരു ഞാൻ മനസ്സിലാക്കിയതല്ലേ, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ജെൻസി ടേംസാണ് ഇപ്പോൾ ഈ പറയുന്ന സ്കിബിഡി സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ വെറുതെ നോക്കിയപ്പോൾ 2024 ഓക്സ്ഫോർഡ് ഡിക്ഷണറി പുറത്തുവിട്ട ചില റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡായിട്ട് യൂസ് ചെയ്യപ്പെട്ട ഒരു ടേമാണെന്ത് ബ്രെയിൻ റോട്ട് എന്നുള്ളത്. 2024 ഏറ്റവും കൂടുതൽ വ്യാപകമായി യൂസ് ചെയ്ത ഒരു സാധനമാണ്. ആളുകൾ സെർച്ച് ചെയ്ത് നോക്കിയ ഒരു ടേമായിരുന്നു ബ്രെയിൻ റോട്ട്. 2025 നോക്കുമ്പോൾ അത് 6-7 ആണ്. ഈ 6-7 എന്നുള്ള ബ്രെയിൻ റോട്ട് എന്നൊക്കെ നമ്മൾ കുറച്ച് മുതിർന്ന ആൾക്കാർ പറയുമ്പോൾ തന്നെ കുട്ടികൾ ഭയങ്കര കൗതുകത്തോടെ കാണുക. ഇതെങ്ങനെ ഇവർക്കറിയാം, ഇവർക്ക് ഇതെവിടുന്നാണ് കിട്ടുന്നത് എന്നുള്ള. അതായത് നമ്മളെ അവർ കാണുന്നത് പോലും നോക്കണങ്ങൾ. നമ്മൾ വേറൊരു യൂണിവേഴ്സിറ്റി ജീവിക്കുകയാണ്, അവർ വേറൊരു യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഇവർക്ക് ഇത് എവിടുന്ന് കിട്ടുന്നു? കാരണം ഇതൊക്കെ ഞങ്ങളെ കുത്തകയാണല്ലോ, ഞങ്ങളെ ടേംസ് ആണല്ലോ, ഞങ്ങൾ മനസ്സിലാക്കുന്ന സാധനമാണ്. ഇവർക്ക് ഇതെങ്ങനെ മനസ്സിലായി അതുള്ളൊരു ആകാംക്ഷയാണ്. ഏത് ഏജ് റേഞ്ചാണെന്നും കൂടെ നിങ്ങളൊന്ന്. ചെറിയ കുട്ടികൾ ഇപ്പോൾ ഏകദേശം ഞാൻ കുട്ടികളിൽ എത്രത്തോളം ഇത് റൂട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു ദിവസം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ ബഹ്റൈനിലുള്ള, അപ്പോൾ ചെറിയ ക്ലാസ്സിലാണ്, ഒരു 3ാം ക്ലാസ്. ഞാൻ കുട്ടികളുടെ അടുത്ത് വെറുതെ പോയിട്ട് ബാംബാഡിലോ ക്രൊക്കോഡിലോ എന്ന് പറയുന്നത്, ഇതൊരു ഇറ്റാലിയൻ ബ്രെയിൻ റോട്ട് ക്യാരക്ടറുടെ പേരാണ്. ഒരു അലിഗേറ്റർ, ഒരു ഫ്ലൈയിങ് അലിഗേറ്ററാണിത്. അപ്പോൾ ഞാൻ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു, കുട്ടികൾ ഭയങ്കരമായിട്ട് ചിരിച്ച്, സാർക്ക് ഇതെവിടുന്നാണ് കിട്ടി, ഇതെവിടുന്നാണ് അറിഞ്ഞ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ജീവിക്കണ ഒരു ലോകത്ത് തന്നെയല്ലേ ഞാനും ജീവിക്കണേ. പിന്നെ കുട്ടികൾ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് ടോക്കറ്റീവാണ്. അവർ പുസ്തകമൊന്നും പിന്നെ അവർക്ക് ശ്രദ്ധിക്കണ്ട. പിന്നെ അവർ പറയണം, സാർക്കറിയോ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി, അവരെ ക്ലാസ്മേറ്റ് അവരെ പറ്റി പറയണേ, ഞങ്ങളുടെ കൂടെ ഉള്ളൊരു കുട്ടി അവരെ ഡ്രോയിങ് ബുക്കിൽ 206 എന്തായാലും 200+ ക്യാരക്ടേഴ്സ് ഉണ്ട് അത്ര. ഫുള്ളായിട്ട് അവർ ആ ക്യാരക്ടേഴ്സിൻ്റെ രൂപം വരച്ച് കളർ ചെയ്ത് അതിൻ്റെ പേര് വരെ അവർ കുട്ടി കാണാതെ എഴുതി വെച്ചിട്ടുണ്ട്. അവർ പറയും ചെയ്യുന്ന ചില പാരൻസ് അതിനെ പ്രൗഡായിട്ട് കാണുന്നു, എൻ്റെ കുട്ടിക്ക് ഇതൊക്കെ ഫുൾ അറിയാം. ഞാൻ ആ സമയത്ത് ചില വീഡിയോസ് വരെ വാച്ച് ചെയ്ത സമയത്ത് ഒരു അമ്മ ഒരു കുട്ടീനെ ഇരുത്തിയിട്ട് പറയാണ്, കുട്ടി ഇങ്ങനെ ഫോണിലിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കും, ഇതെന്താ? അപ്പോൾ കുട്ടി കപ്പച്ചിനോ അസാസിനോ, ഇതെന്താ ദുന്തുന്തും സഹൂർ, ഇതേതാ ബമ്പാഡിലോ ക്രൊക്കോഡിലോ, ഇതെന്താ 6-7. അപ്പോൾ പാരൻസ് പറയാണ്, കണ്ടില്ലേ എത്ര അല്ല പേരുകളല്ലേ നമ്മളെ മക്കൾ പറയണത്. ഇത് ഭയങ്കര പ്രൗഡായിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ കുട്ടികളുടെ തലച്ചോറ് മരവിച്ചു പോവാണ്. ഒരു ഉപയോഗവും ഇല്ലാത്ത കുറേ മീമീസിൻ്റെ പിന്നാലെ അവർ പോകുന്നു, ആനിമേഷൻ വീഡിയോസിൻ്റെ പിന്നാലെ പോകുന്നു, ക്യാരക്ടേഴ്സിൻ്റെ പിന്നാലെ പോകുന്നു. എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനോ ഇതിനെപ്പറ്റി പറയാനോ അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു ലോകത്ത് കുട്ടികൾ ഈ മറ്റേ ബ്രെയിൻ റോട്ടിൻ്റെ സംഭവം എനിക്കൊന്ന് ഒരുപാട് നല്ല ശതമാനം ആൾക്കാർക്ക് അറിയാത്തൊരു മേഖലയാണ്. അത് എന്താണ് ചെയ്തു വെക്കുന്നത്? അതായത് ഇത് കുറേ ആനിമേഷൻ വീഡിയോസുകളാണ്, അതേപോലെ ക്യാരക്ടേഴ്സുകളാണ്. കുട്ടികളിൽ ഇത് ഭയങ്കരമായിട്ട് കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രൂപം ഉണ്ടോയെന്ന് ചോദിച്ചാൽ രൂപമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അലിഗേറ്റർ, ഈ ഒരു ഫ്ലൈയിങ് അലിഗേറ്റർ, അതിൻ്റെ രൂപം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മുതലൻ്റെ തല, ഒരു ഫ്ലൈറ്റിൻ്റെ ഉടൽ, ഇതാണ് ഒരു ബമ്പാഡിലോ ക്രൊക്കോഡിലോ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളിൽ ഇതെങ്ങനെ എത്രത്തോളം അപകടം ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാനാണ് ഞാൻ വെറുതെ എന്ത് ചെയ്തു, ഇതൊരു ഇറ്റാലിയൻ ബ്രെയിൻ റോട്ട് ക്യാരക്ടറാണല്ലോ, അപ്പോൾ അതിൻ്റെ ഇതിങ്ങനെ പറക്കുന്നൊരു വീഡിയോ ഉണ്ട്. കുട്ടികൾ ചെറിയ കുട്ടികളാണല്ലോ, സ്വാഭാവികമായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ അവർ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, കൗതുകം ഉണ്ടാക്കുകയാണ്, അവർ നോക്കുകയാണ്. അപ്പോൾ ഈ സാധനം അവരിങ്ങനെ നോക്കി നിൽക്കണമെങ്കിൽ അതിന് സാധാരണ നോർമലി അവർ കാണുന്ന രൂപം കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തത ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കണം. അതുകൊണ്ടാണ് ഒരു മുതലൻ്റെ തലയും ഇതിൻ്റെ ഉടലും കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾ ഇതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ അതിൽ വരുന്ന പാട്ടുകൾ, കാരണം അവരെ തലച്ചോറിന് പറ്റിയ രീതിയിലുള്ള പാട്ടുകളാണ് ഇവർ ഔട്ട് ചെയ്യണത്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴൊക്കെ അവർ നോർമലി പാടുന്ന ഒരു സാധനമാണ് ബമ്പാഡിലോ ക്രൊക്കോഡിലോ പറഞ്ഞിട്ട് ഈ പാട്ട് ഇങ്ങനെ പാടുകയാണ്. ഞാൻ എന്താണ് ഈ പാട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലിറിക്സ് എടുത്ത് നോക്കി. അപ്പോൾ ഇറ്റാലിയൻ ലാംഗ്വേജിലുള്ള ലിറിക്സാണ്. ഈ സാധനം ഞാൻ നേരെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കാണുന്ന ഒരു സാധനം എന്താ പറയുക, ബമ്പാഡിലോ ക്രൊക്കോഡിലോ ഈസ് എ flying alligator. It flies the bombs on the children of Gaza. It doesn't believe in God. Doesn't believe in Allah. അങ്ങനെ തന്നെ പറയണേ. ബമ്പാഡിലോ ക്രൊക്കോഡിലോ എന്നുള്ളത് ഒരു ഫ്ലൈയിങ് ആലിഗേറ്റർ ആണ്. അത് ഗാസയിലെ കുട്ടികളുടെ മുകളിലേക്ക് ബോംബ് വർഷിപ്പിക്കുന്നു. ഇറ്റ് ഡസൻറ്റ് ബിലീവ് ഇൻ അള്ളാഹ്.
പഠിച്ചോനിൽ വിശ്വസിക്കുന്നില്ല. ഇതാണ് നമ്മളെ കുട്ടികൾ ഇങ്ങനെ പാടി പാടി നടക്കുന്നത്. ഈ പാടുന്ന പാട്ട് എന്താണ്, ബ്രെയിൻ റോട്ട് ക്യാരക്ടർ എന്താണെന്നുള്ളത് നോർമലി ഒരു പാരൻസിനും അറിയുന്നില്ല, അവർക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഗ്യാപ്പാണ് അവിടെ ഉള്ളത്. പിന്നെയും ഇത് അറിയുന്നത് ആരാണ്? ജൻസിയിലുള്ള കുട്ടികളാണ്. ഒരു +2 10ാം ക്ലാസ്സൊക്കെ ലെവലിലുള്ള നമ്മളെ വീട്ടിലുള്ള മക്കൾക്കാണ് ഇത് അറിയണത്. അവരിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകൾക്ക് ഇതൊരു ബ്രെയിൻ റോട്ട് ക്യാരക്ടറാണ്. ഇത് നമ്മളെ വീട്ടിലെ ചെറിയ കുട്ടികൾ, ചെറിയ മക്കൾ, അവരെ അനിയത്തി അല്ലെങ്കിൽ അവരെ അനിയന് ഇത് പാടിയെടുക്കുമ്പോൾ അങ്ങനെ അപകടമുണ്ട്, അവരിതിൻ്റെ ട്രാപ്പിലും ലൂപ്പിലും പെട്ടുപോകും എന്നറിയുന്നത് പോലും ഇവർക്കാണ്. പല പാരൻസും കാണുന്ന എന്താ, എൻ്റെ കുട്ടി ഇംഗ്ലീഷിൽ ഭയങ്കര സാധാരണ പാടി കിടക്കുകയാണ്, എന്തൊക്കെ ഭയങ്കര ഇമ്പാക്ട് അറിയുന്നില്ല. എന്നുവെച്ചാൽ ഇങ്ങനത്തെ കുറെ ഇപ്പോൾ കൊക്കോമെലൺ പോലെ, കൊക്കോമെലൺ അതുപോലെ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ വളരെ സ്പെസിഫിക്കലി പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ടതാണെന്ന് പല ആൾക്കാർക്കും അറിയില്ല. പിന്നെ കളറുകൾ, താളങ്ങൾ, അറ്റൻഷൻ സ്പാൻ നോക്കിയിട്ടാണ് ഓരോ സീനിന്റെ കൊക്കോമെലൺ ഓരോ സീന് കട്ട് വരെ വരുന്നത്. അത് ഭയങ്കര റിസർച്ച് നടത്തിയിട്ടാണ്. കാരണം ഇത് പാരന്റ്സിന് തിരിച്ചറിയാൻ പറ്റൂല. ഇപ്പൊ ഈ ബ്രെയിൻ റോട്ട് എന്നുള്ള ഇത് എന്താണ് ആ പേര് വന്നത് അവർ സ്വയമായിട്ട് തന്നെ പറയുന്നതാണല്ലേ. അതായത് നെഗറ്റീവ് വേർഡ് അല്ലല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ല, പക്ഷെ അവർക്ക് ഇത് ബ്രെയിൻ റോട്ട് ആണെന്നുള്ള അറിയില്ല. അതെ, നമ്മളെ ബ്രെയിൻ റോട്ട് ആയി പോവാണ്. കുട്ടികൾക്ക് വേർഡ് അറിയാലോ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞിട്ട്. അവർക്കറിയാം. അത് എന്തുകൊണ്ട് അറിയണെന്ന് വെച്ചാൽ ഈ ഇറ്റാലിയൻ ബ്രെയിൻ റോട്ട് ക്യാരക്ടേഴ്സിന്റെ ലിസ്റ്റുകളും വീഡിയോസ് അവർ കാണുന്നോണ്ടാണ്. അല്ലാതെ ബ്രെയിൻ റോട്ട് എന്ന് പറയുമ്പോൾ അതൊരു അപകടം പിടിച്ച സാധനമാണ്, അത് ഞമ്മക്ക് തന്നെ തിരിച്ച് ഇതാവുണ്ട് എന്നുള്ളവർക്ക് അറിയില്ല. ഇപ്പൊ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവര് ലൈഫിനെ വളരെ സില്ലിയാക്കി എടുത്താൽ മതി, നിങ്ങൾ ഇത്ര സീരിയസ്നെസ് ഒന്നും അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരതിന് ഉപയോഗിക്കുന്ന ഒരു ടേമാണത് 6-7. ഇപ്പം എത്ര മാർക്ക് കിട്ടി? അവർ പറയും അത് 67 മാർക്ക് കിട്ടി എന്നല്ല, അതായത് ഞങ്ങൾക്ക് ഭയങ്കര മാർക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഞങ്ങൾ ഫെയിൽ ആയിട്ടില്ല, 6-7, ഞങ്ങൾ അതിൻ്റെ ഒരു മീഡിയം ലെവലിലാണ് നിൽക്കുന്നത്, ഞങ്ങൾക്ക് അങ്ങനെ നിന്നാൽ മതി, അങ്ങനെയാണ് അവർ പറയാം. ഈ സാധനത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്തോ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ കുട്ടി ഈ ഒരു ടേം ഉപയോഗിക്കുമ്പോഴേക്ക് ആരാടാ അത് എനിക്ക് പഠിപ്പിച്ചെന്ന്, ഇതെവിടെ നിന്ന് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് കുട്ടികളെ നമ്മൾ പോയിട്ട് ഉപദേശിക്കുന്നത്, അവരെ പെട്ടെന്ന് അപ്പോഴേക്ക് അടിക്കണത്. കാരണം ഇത് കുറച്ച് വിവരമില്ലാത്ത ആരെങ്കിലും പറഞ്ഞു കൊടുക്കും, അപ്പോഴേക്ക് പാരൻസ് വിചാരിക്കണം കുട്ടി 6-7 എന്നുള്ള ടേം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അപ്പോൾ കുട്ടീനെ ആ രീതിയിലേക്കാണ് അവർ അടിച്ചൊതുക്കാൻ നോക്കുന്നത്. അപ്പോൾ കുട്ടി ചിന്തിക്കണേ എന്താ ഇപ്പോൾ ഇവരെ പ്രശ്നം, എൻ്റെ പാരൻസിന് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. പിന്നെ കുട്ടി ഒരു ക്ലാസ്സിലൊക്കെ പോയിരിക്കുമ്പോൾ അവിടുന്ന് അവർ ഉപദേശിച്ചു കൊടുക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഉപയോഗിക്കരുത്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാമ്പാഡിലോ ക്രൊക്കോഡിലോ എന്നുള്ള ഒരു അലിഗേറ്ററിനെ, ഒരു ക്യാരക്ടറിനെ പ്രശ്നമാണ് എന്ന് അല്ലെങ്കിൽ നിങ്ങൾ ആ അലിഗേറ്ററിൻ്റെ വീഡിയോസ് കാണണ്ട, അല്ലെങ്കിൽ ആനിമേഷൻ സാധനങ്ങൾ കാണണ്ട എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട് അവിടെ. അത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുട്ടി ചിന്തിക്കെന്താ, ഇയാളിത് എവിടുന്നോ കേട്ട് വന്നാണ്, കാണരുത് കേൾക്കരുത് എന്ന് പറയുന്നുള്ളൂ, എന്തുകൊണ്ട് എന്നുള്ള സാധനം എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിൻ്റെ ഇറ്റാലിയൻ സോങ്ങും അതിൻ്റെ ലിറിക്സും നോക്കുമ്പോൾ അതിൽ അപകടമുണ്ട്. അത് കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ കുട്ടി എപ്പോഴും കാണുന്നത് എന്താ, മുപ്പരെ എവിടുന്നോ കേട്ട് വന്നാണ്, ഇവർക്ക് അങ്ങനെ പറയാനേ അറിയുള്ളൂ. അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിൽ ഇരുന്നിട്ടൊരു ഉപദേശം കുട്ടി കേൾക്കൂല. ഒരു വേറെ ഏതോ യൂണിവേഴ്സിൽ നിന്ന് വന്നിട്ട് കാര്യങ്ങൾ പറയുന്നത്, ഞാൻ ജീവിക്കുന്ന വേറെ യൂണിവേഴ്സിറ്റിയിലാണ് എന്നുള്ളൊരു സാധനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കെപ്പോഴും തോന്നുക ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കേണ്ടത് ജൻസി കുട്ടികളാണ്. ഭാസ്കർക്ക് നമ്മൾ ഇവിടെ ഈ ഒരു ചർച്ച കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇതിൽ മനസ്സിലായൊരു കാര്യം, നമ്മളെ കേൾക്കുന്നവരടുത്ത് നമുക്ക് പറയാനുള്ളത്, ഈ പറയുന്നൊരു ജനറേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അവരെ നമുക്ക് കൂടുതൽ നമ്മളിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ, അടുപ്പിക്കണമെങ്കിൽ, അവർക്ക് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നടക്കുന്നൊരു സാധനമല്ല. തീർച്ചയായിട്ടും അവിടെ ടൈം എടുക്കും. അപ്പോൾ 3 കാര്യങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. 1 ടൈം, സമയം, എന്തായാലും സമയമെടുക്കും. 2 ലവ്, അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ പറയുമ്പോൾ എത്ര ഞാൻ എന്നെ സ്നേഹിച്ചതാ എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം പറയുന്നതിനപ്പുറത്ത് അത് നമ്മൾ കാണിച്ചു കൊടുക്കുക. അവർക്ക് ലവ്, ആ സ്നേഹം ശരിക്കും എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ നമ്മളവരെ ഇതാക്കി കൊടുക്കുക. 3ാമത്തത് പേഷ്യൻസ്, ക്ഷമ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും അപ്ലൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ നല്ല പോയിന്റ്സ് ആണ്. അതിൽ അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാത്താണ് ഒരു സംഭവം. അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് പലപ്പോഴും എന്തോ ഒരു നിരീക്ഷിക്കുന്നൊരു സ്വഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ അവർ ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്ത് നോക്കുന്നില്ല. അവർ ഗെയിം കളിക്കുന്നുണ്ട്, ആ ഗെയിം നമ്മളൊന്ന് കളിച്ച് നോക്കുക. അപ്പോൾ അവരുടെ ബിഹേവിയർ നമുക്ക് മനസ്സിലാവും, അവർ എന്തിനാണ് എക്സൈറ്റഡ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ നമ്മൾ ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ പുറമെ
അവരെ കൂടെ ഇടപഴകിക്കൊണ്ട് ചെയ്യുമ്പോൾ അവർ നമ്മൾ കുറേ കൂടെ കൺസിഡർ ചെയ്യും. നമുക്ക് അവരെന്താണ് ചിന്തിക്കുന്നത് കുറേ കൂടെ മനസ്സിലാക്കാൻ എളുപ്പം. പിന്നെ സ്നേഹം എന്ന് പറഞ്ഞ സംഭവം, ഇത് പൊതുവെ അത് എല്ലാ ജനറേഷനിലും ഉണ്ടാകുന്ന സാധനമാണ്. പാരൻസ് മക്കളെ സ്വാഭാവികമായിട്ട് എല്ലാ പാരൻസും സ്നേഹിക്കും. പക്ഷെ അതെല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മക്കൾക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അവർക്ക് മക്കളുണ്ടാകുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. പക്ഷെ അപ്പോഴേക്കും സമയം ഒരുപാട്. സത്യമായിട്ട്. അപ്പോൾ നമ്മൾ സ്നേഹം കൊടുത്തിട്ടില്ലെങ്കിൽ, മാതാപിതാക്കളോ സ്നേഹം കൊടുത്തിട്ടില്ലെങ്കിൽ, അവർ സ്നേഹം കിട്ടുന്ന സ്ഥലത്തോട്ട് പോകും. തീർച്ചയായിട്ടും പോകും. അത് പല പല ബന്ധങ്ങളിലോട്ട് വാതിലുകൾ തുറക്കും, പല പല പ്രശ്നങ്ങളോട് ചെന്നെത്തും, പല പല ദുരുദ്ദേശമുള്ള ആൾക്കാരെ കാര്യങ്ങളിൽ എത്തിപ്പെടും. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ സമയവും സ്നേഹവും ക്ഷമയും മൂന്നും നിർബന്ധമാണ്. ഇത് കഴിഞ്ഞാൽ വേറെ സൊല്യൂഷൻ ഉണ്ടോ? ഇതിന് സൊല്യൂഷൻ അല്ല, ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യാണ് വേണ്ടത്. രണ്ട് വ്യത്യസ്ത ചിന്താധാരകൾ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് കേൾക്കുന്ന ആളുകൾ നന്നായിട്ട് ഈ വിഷയങ്ങളിൽ വായിക്കുക, നല്ലോണം പഠനങ്ങൾ നടത്തുക, അവരുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് ഒരു എഫേർട്ട് എടുക്കണം. അതാണ് ഇതിൻ്റെ ബേസ് സാധനം. നമുക്ക് മക്കളെ മനസ്സിലാവണമെങ്കിൽ, അടുത്ത തലമുറ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, അതിനുള്ള എഫേർട്ട് എടുക്കണം. ഇത് ആരും നമ്മളെ താളത്തിൽ വെച്ച് നീട്ടിത്തരില്ല. അതാണ് നമുക്ക് ഒരു കൺക്ലൂഷൻ പറയാൻ പറ്റിയൊരു സംഭവം. തീർച്ചയായിട്ടും അതാണ്.